പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ രാവിലത്തെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയർ ആരംഭിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. കർത്താവ് നമുക്കൊരു പുതിയ പ്രഭാതം തന്നുവല്ലോ. കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങളെ നൽകുന്നുവല്ലോ. ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്തുകൊണ്ട് അല്പനേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തോട് അപേക്ഷിക്കുന്നതിനും ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനുമുള്ള അവസരമാണ്. ഞാൻ വേദഭാഗത്തു നിന്നൊരു വാക്യം വായിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 42-ന്റെ 1-2 വാക്യങ്ങൾ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. 11-ാം വാക്യം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഓപ്പണിംഗ് പ്രെയർ ചെയ്യുന്നത് മിസ്റ്റർ റിജിത്ത് എഡ്വിൻ. കേൾക്കാം. Our Father in heaven, we thank this beautiful Friday morning, God. God, we especially thank you, Lord, for making all of us come into your presence for this Friday fasting prayer. We pray for everyone, Lord, who are going to handle the different roles for this fasting prayer. We thank you, Lord, for safeguarding us throughout the last week. It is only with your blessings, God, we have been able to come together today, Lord. We pray for those who have not been able to join us for this fasting prayer. We especially pray for our Achin and Kuchama who are going to lead us during this fasting prayer. We especially pray for all the children of our church. Please keep them safe, fill their hearts with your love, God, and help them grow to know and follow you every day. We pray for the church committee, the women's league, the Sunday school, the choir, the youth, the young couple fellowship, and the lady fellowship. May the words of our mouth and the meditation of our heart be acceptable in thy sight, O Lord. In Jesus' precious name we pray. Amen. ആമേൻ. നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനുള്ള സമയമാണ്. അവൻ നമുക്ക് പുതിയ പാട്ട് നമ്മുടെ നാവിൽ തരുന്നവനാണ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പാട്ടുകളിലൂടെ. ഇന്നത്തെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ചെറി ബോബ് അങ്കിളാണ്. ഓവർ ടു ചെറി ബോബ് അങ്കിൾ. നമ്മൾ 2 പാട്ട് പാടും. നമ്മുടെ പ്രാർത്ഥനാ ഗീതങ്ങളിൽ നിന്നും 306-ാമത്തെ പാട്ടും 26-ാമത്തെ പാട്ടും. നമുക്ക് നമ്മുടെ താമസ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഇടത്ത് നിന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരുപക്ഷെ നിങ്ങൾ ചെറിബോബ് അങ്കിളിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഈ പാട്ട് ചേർന്ന് പാടാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൈക്ക് മ്യൂട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പാട്ട് ചെറിബോബ് അങ്കിളിനോടുകൂടെ ചേർന്ന് പാടാനായിട്ട് എല്ലാവരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ചെറിബോബ് അങ്കിൾ ഇപ്പോൾ പാട്ടുകൾക്ക് നേതൃത്വം നൽകും. കേൾക്കാമല്ലേ? കേൾക്കാമല്ലോ. കേൾക്കാം. ആദ്യത്തെ പാട്ട് നമ്മുടെ പ്രാർത്ഥനാ ഗീതകളിൽ നിന്ന് 306-ാമത്തെ പാട്ട്. തിരുമുൻപിൽ വരുന്നോരീ സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ഞരങ്ങി ഞങ്ങളിൽ പേർക്കായിരുന്നിടുന്നവനെ വരികിൽ നീടടിയാരിൽ ചൊരിക നിൻ വരങ്ങൾ. വരികിൽ നിന്നടിയാരിൽ ചൊരിക നിൻ വരങ്ങൾ. അനുഗ്രഹമുറിയൻ കൂട്ടുകൾ താ
വാനെ തുറപ്പാൻ മനസ്സിലേശുവിനോടു ലയിപ്പാനായരുൾക മനസ്സിനേശുവിനോടു ലയിപ്പാനായരുൾക ഉണർത്തേക്കും വരമെല്ലാം ക്ഷണം തന്നിടണമേ തുണ നീ എന്നിയെ വേറിൽ ലറിഞ്ഞു നൽകണമേ തുണ നീ എന്നിയെ അറിഞ്ഞു നൽകണമേ പരനെ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. രണ്ടാമത്തേത് നമ്പർ 26, 26 പാട്ട്. ജീവനുള്ള ദേവനെ വരൂ ജീവവാക്യമോതുവാൻ തരൂ ജീവനുള്ള ദേവനെ വരൂ ജീവവാക്യമോതുവാൻ വരൂ പാവത്തെ വെറുത്തു ജീവിപ്പാൻ പാവബോധം ഞങ്ങളിൽ തരൂ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ യേശുവേ നീ വലിയവൻ യേശുവേ നീ പരിശുദ്ധൻ യേശുവേ നീ നല്ലവൻ യേശുവേ നീ വല്ലഭൻ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ മാനസം കരിഞ്ഞിടുവാനായി ധനമാല്യമേകിടുവാനായി മാനസം കനിഞ്ഞിടുവാനായി ദാനമാല്യമേകിടുവാനായി ആവസിക്ക എന്റെ ദേഹിയിൽ നീ വസിക്ക എന്റെ ജീവനിൽ ആവസിക്ക എന്റെ ജീയിൽ നീ വസിക്ക എന്റെ ജീവനിൽ യേശുവേ നീ വലിയവൻ യേശുവേ നീ പരിശുദ്ധൻ യേശുവേ നീ നല്ലവൻ യേശുവേ നീ വല്ലഭൻ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനെ വാക്കുമാറ തുന്മയുള്ളനെ വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനെ വാക്കുമാറ തുന്മയുള്ളനെ വാഗ്ദത്തങ്ങൾക്കായി വരുന്നു വല്ലഭാത്മമാറി നൽകണേ വാഗ്ദത്തങ്ങൾക്കായി വരുന്നു വല്ലഭാത്മമാറി നൽകണേ യേശുവേ നീ വലിയവൻ യേശുവേ നീ പരിശുദ്ധൻ യേശുവേ നീ നല്ലവൻ യേശുവേ നീ വല്ലഭൻ പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ പാപത്തെ വെറുത്തു ജീവിപ്പാൻ
പാപബോധം ഞങ്ങളിൽ തരൂ. ന്യായവേദി നാൾ വരുന്നിതാ, പ്രിയൻ വരാൻ കാലമായല്ലോ. ന്യായവേദി നാൾ വരുന്നിതാ, പ്രിയൻ വരാൻ കാലമായല്ലോ. ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകരെ നീ രക്ഷിച്ചിടണേ. ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകരെ നീ രക്ഷിച്ചിടണേ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലഭൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. താങ്ക് യു അങ്കിൾ. ഓപ്പണിംഗ് പ്രേയർ നിർവഹിച്ച പ്രിയപ്പെട്ട റിജിത്ത് അച്ചാനും പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ ചെറി ബോബ് അങ്കിളിനും താങ്ക്സ്. ഇപ്പോൾ നമുക്ക് വേദഭാഗം വായിച്ച് കേൾക്കാം. നമുക്ക് വേണ്ടി വേദഭാഗം വായിക്കുന്നത് ഡയാനയാണ്. താങ്ക് യു ഡയാന. ഡാനിയലിന്റെ പുസ്തകം 1-ാം അധ്യായം 8 തുടങ്ങി 21 വരെയുള്ള വേദഭാഗം. അച്ഛാ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദൈവവചനം വിശുദ്ധ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 21 വരെ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണം പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസര്യാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാകപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ പുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാകപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ചു വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തിനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേലോ കോരേഷ് രാജാവിന്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. ആമേൻ. ഡയാന. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് അഞ്ജു നിഷാന്തും ഷീജ വർഗീസുമാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. ഈ പകലിൽ നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക്
അനുഗ്രഹകരമായൊരു അവസരം ലഭിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവകയിലും നമ്മുടെ അറിവിലും അറിയാതെയും രോഗം കൊണ്ടും ക്ഷീണം കൊണ്ടും ഒക്കെ ഭാരപ്പെടുന്ന ആളുകളെ നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. രോഗികളും ക്ഷീണിതരുമായിരിക്കുന്നവർ അവരുടെ ആരോഗ്യത്തിനും വിടുതലിനും സൗഖ്യത്തിനും അവരുടെ മടങ്ങിവരവിനും ദൈവാലയത്തിൽ അവർക്ക് കടന്നു വരുന്നതിനും ഒക്കെ ആയിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ച് സർജറിക്കൊക്കെ ശേഷം റിക്കവറി ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ ഇടവക അംഗങ്ങളുണ്ട്. പ്രത്യേകമായിട്ട് നമുക്ക് അങ്ങനെയുള്ളവരെ പ്രാർത്ഥനയിൽ വഹിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്യാം. ദൈവം സൗഖ്യദായകനായി കൂടെ ഇരിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പല തരത്തിലുള്ള ടെർമിനൽ ഇൽനെസ്സുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിട്ടുള്ള നമ്മുടെ അറിവിലും അറിയാതെയും ഉള്ള എല്ലാവരെയും പ്രാർത്ഥനയിൽ വഹിക്കുകയും ഓർക്കുകയും ചെയ്യാം. ദൈവം സകലർക്കും ആശ്വാസദായകനായി കൂടെ ഇരിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുകയും ചെയ്യാം. ഇടവകയിലെ എൽഡർലി മെമ്പേഴ്സിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന, പുറത്തേക്ക് യാത്ര ചെയ്യുവാനും പോകുവാനും സ്റ്റെപ്പുകൾ ഇറങ്ങുവാനും വാഹനത്തിൽ യാത്ര ചെയ്യുവാനും സാധിക്കാത്ത നമ്മുടെ ഇടവക അംഗങ്ങൾ അവരുടെ ശാരീരിക ബലത്തിനും സൗഖ്യത്തിനും വിടുതലിനും ആശ്വാസത്തിനുമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പള്ളിയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാതെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവരുണ്ട്. അവരുടെ രോഗവിടുതലിനായും സൗഖ്യത്തിനായിട്ടും ദൈവത്തോട് നമുക്ക് മനഃപൂർവ്വമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വിധേയരാകുന്ന നമ്മുടെ ഇടവക അംഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ ഇടവകയിലെ റിട്ടയർഡ് മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആക്റ്റീവ് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തെങ്കിലും വീട്ടിലത്തെ പലവിധമായ ഉത്തരവാദിത്തങ്ങളിലൂടെയൊക്കെ പോകുന്ന നമ്മുടെ ഇടവകയിലെ റിട്ടയർഡ് പീപ്പിളിന് വേണ്ടി, എൽഡർലി മെമ്പേഴ്സിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് ഓർക്കാം. നമുക്ക് പലതും നമ്മളോട് ആളുകൾ പറയുന്നില്ല. അവരവരുടെ ജോലി സാഹചര്യങ്ങൾ, അവരവർ നേരിടുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ, മത്സര ലോകത്താണ് ജീവിക്കുന്നത്. ഒരാളെ കീഴ്പ്പെടുത്താനും ഒരാളെ പിന്നോട്ട് വലിച്ച് എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് ചിന്തിച്ച് മത്സരിക്കുന്നതായിട്ടുള്ള ക്രമത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ സ്ഥിരതയും അവരുടെ ജോലിയിൽ ദൈവത്തിൻ്റെ കരുതലും നൽകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. പല ജോലി ചെയ്യുന്നവരും പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ചിലർ ജോലി ചെയ്ത് ക്ഷീണിച്ചും കുഴഞ്ഞും പ്രയാസപ്പെട്ടും ഒക്കെയാണ് വീട്ടിൽ വന്ന് കയറുന്നത്. പലതരത്തിലുള്ള ട്രോമയിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ആളുകളുണ്ട്. പലതരത്തിലുള്ള ടെൻഷനിലൂടെയും പലതരത്തിലുള്ള സ്ട്രഗിൾസിലൂടെയും പോകുന്ന ഇടവകയിലെ ജോലിക്കാരെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് IT ഫീൽഡിൽ ഒക്കെ ജോലി ചെയ്യുന്നവർ ഒത്തിരി എക്സസീവായിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് അവരുടെ ബലത്തിനും സുഖത്തിനും ആരോഗ്യത്തിനുമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ഇടവകയിലെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാം. സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവർക്ക് ദൈവ അറിവും അനുഭവവും ജ്ഞാനവും പരിജ്ഞാനവും ദൈവബോധ്യവും ഒക്കെ നൽകി അവരെ വഴി നടത്തണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങൾ അവരവരുടെ ജീവിത വഴികളിൽ നന്നായി നടക്കുന്നവരായി, നല്ല സ്വഭാവമുള്ളവരായി, നല്ല കർത്താവെ ആറ്റിറ്റ്യൂഡ്സ്, നല്ല ക്യാരക്ടർ, അവരുടെ ക്യാരക്ടർ ഫോർമേഷനിലൊക്കെ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുസരണയുള്ളവരായി വിവേകമുള്ളവരായി വളരുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് അവർ ഒത്തിരി കാര്യങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നടത്തിപ്പ് കുഞ്ഞുങ്ങളുടെ മേലുണ്ടായിരിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നതായിട്ടുള്ള യങ് കപ്പിൾസിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുന്നവരുണ്ട്. തലമുറകളെ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ദൈവത്തിൻ്റെ കരം ഓരോരുത്തരിലും പ്രവർത്തിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ ദൈവം നൽകുന്ന അവകാശമാണല്ലോ. ഉദരഫലം ദൈവം നൽകുന്ന ദാനമാണ്. ദൈവമേ, നിന്റെ കൃപയാൽ അങ്ങനെ ആവശ്യത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാരെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം കരുതണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ നമ്മുടെ ഇടവകയിൽ. പെൺകുട്ടികളും ആൺകുട്ടികളും, വിവാഹ പ്രായമെത്തി നിൽക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ, അവരുടെ ജീവിതക്രമങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ, ദൈവമേ സ്യൂട്ടബിൾ ആയിട്ടുള്ള കർത്താവെ കമ്പാനിയൻസിനെ കണ്ടുപിടിക്കുവാനായിട്ട് പേരൻസിനും അതേപോലെ ഈ യങ് പീപ്പിളിനും ദൈവമേ ഇടയാകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം.
നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സാറ്റലൈറ്റ് വർഷിപ്പ് സെന്ററിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും മുൻപോട്ടുള്ള ആവശ്യങ്ങളെയും പ്രാർത്ഥനയിൽ ഒരു നിമിഷം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ടും സമൃദ്ധിക്കായിട്ടും അനുഗ്രഹത്തിനായിട്ടും രാജ്യത്തിന് നേതൃത്വം നൽകുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് സ്വസ്ഥമായി ഇരിക്കുന്നു, യാതൊരു പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാതെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നു. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നമുക്കില്ല. എന്നാൽ യുദ്ധക്കെടുതികളിലൂടെ മറ്റ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ അനവധിയാണ്. പ്രത്യേകമായി ലോക സമാധാനത്തിന് വേണ്ടിയും അതേപോലെ ഇന്ത്യയുടെ ക്ഷേമകരമായ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെയധികം മാറ്റങ്ങൾ ഫോറിൻ മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനനുസൃതമായി ജോലിയിൽ പ്രതിസന്ധികൾ ഉള്ളവരുണ്ട്. പ്രത്യേകമായിട്ട് അങ്ങനെയുള്ളവരെ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യാം. അടുത്ത പാട്ടിൻ്റെ ഒരു ചരണം പാടിയതിനു ശേഷം മിസ്സസ് ഷീജ വർഗീസ് ഈ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ആശ്വാസദായകനായി എനിക്കേശു അരികിലുണ്ട്, ആശ്വാസദായകനായി എനിക്കേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. രോഗം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ, രോഗം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. ആശ്വാസദായകനായി എനിക്കേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. പ്രാർത്ഥിക്കാം. മിസ്സസ് ഷീജ വർഗീസ് ഇപ്പോൾ പ്രാർത്ഥിക്കും. നാം എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ കേട്ടല്ലോ, പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഗുഡ് മോർണിംഗ് അച്ഛൻ. മോർണിംഗ്. കേൾക്കാമേ? മ്യൂട്ടായി പോയി. പരിശുദ്ധനായ സ്വർഗസ്ഥ പിതാവേ, ഈ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നേനായി സ്തോത്രം ചെയ്യുമേ. അപ്പച്ച, ഈ ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് കാണുവാനും ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് എൻ്റെ കർത്താവെ ദൈവപാതയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്ന എൻ്റെ കർത്താവെ, ഈ ഒരാഴ്ചയിൽ എൻ്റെ കർത്താവെ ഒരണത്തങ്ങൾ ഒരു അപകടങ്ങൾ ഒന്നും വരാതെ ദൈവസന്നിധിയിൽ വരുവാൻ സന്തോഷത്തോടെ എൻ്റെ കർത്താവെ ഞങ്ങൾ നന്ദി പറയുവാനുള്ള കൃപ നമുക്ക് തന്നേനായി സ്തോത്രം ചെയ്യുന്ന അപ്പച്ച, ഞങ്ങൾ പലവിധ തെറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പച്ച. അറിഞ്ഞോ അറിയാതെ പലരെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പച്ച. അതിനൊക്കെ ഞങ്ങളെ ക്ഷമിക്കണമേ എൻ്റെ കർത്താവേ. ഈ ഒരു ദിവസം എൻ്റെ കർത്താവേ പലരും പല ഭാരത്താൽ വരുന്ന ആൾക്കാരുണ്ട് അപ്പച്ച. പല എൻ്റെ കർത്താവേ പല വേദനയാൽ എൻ്റെ കർത്താവേ പല സന്തോഷം പറയുവാനും താങ്ക് യു പറയുവാനും എൻ്റെ കർത്താവേ ഈ ഒരു നിമിഷം എടുക്കുന്നുണ്ടപ്പ. അവിടെ അസുഖത്തിൽ ഭാരത്താൽ വേദനിക്കുന്ന പലരും ഉണ്ടപ്പച്ച. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവമേ ഈ സമയത്ത് അപ്പച്ച. അവിടൊക്കെ വേദനകൾ, വിഷമങ്ങൾ, ഭാരങ്ങൾ അപ്പച്ചൻ അറിയുന്നല്ലോപ്പാ. ദൈവമേ അത് തുറന്ന് അപ്പച്ചൻ്റെ സ്വർഗത്തിലെ വാതിൽ തുറന്ന് എൻ്റെ കർത്താവേ കരുണയോടെ എൻ്റെ കർത്താവേ കൃപയോടെ എൻ്റെ കർത്താവേ ഞങ്ങളുടെ ഓരോരോ പ്രാർത്ഥന അപ്പച്ച കേൾക്കണമേ എൻ്റെ അപ്പ. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ എൻ്റെ കർത്താവേ ഞങ്ങളുടെ കൂടി ഇരിക്കണമേ എൻ്റെ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എൻ്റെ
കർത്താവേ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ കർത്താവേ, ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടി ഇരിക്കണമേ എൻ്റെ കർത്താവേ. കൃത്യമായിട്ട് എൻ്റെ കർത്താവേ, ഞങ്ങളുടെ യങ് കപ്പിൾസിനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരുടെ കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവർക്ക് കൊടുത്ത മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന എൻ്റെ കർത്താവേ. ദൈവമേ, അവരുടെ പേരൻസിനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവർ കടന്നു പോകുന്ന പല ഭാരങ്ങളുണ്ടപ്പ, അവിടെ കടന്നു പോകുന്ന സ്ട്രെസ് ഉണ്ടപ്പച്ച. ദൈവമേ, അവിടെ നിന്നൊക്കെ എൻ്റെ കർത്താവേ, ദൈവത്തിൻ്റെ പല ആശ്വാസം അവർക്ക് കൊടുക്കണമേ എൻ്റെ കർത്താവേ. അവനെ ചേർത്ത് പിടിക്കണമേ എൻ്റെ കർത്താവേ. ദൈവമേ, അവരുടെ കുടുംബത്തിൽ ഒരു ബാലൻസ് കൊടുക്കുവാനും അവർക്ക് കഴിവ് കൊടുക്കണമേ എൻ്റെ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു എൻ്റെ കർത്താവേ. എത്രയോ യങ് കപ്പിൾസിന്റെ പേരൻസും എൻ്റെ കർത്താവെ അസുഖത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ട് അപ്പച്ച. അവരോടും പറയാത്ത പലരും ഉണ്ട് അപ്പച്ച. അവർ വേദനിക്കുന്നു അപ്പച്ച. ദൈവമേ, അവർ ആ വേദനയിൽ എൻ്റെ കർത്താവെ അവരുടെ പേരൻസിനെ ട്രീറ്റ്മെന്റില് അവർ കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവെ ആ കുടുംബജീവിതം നോക്കുവാനും എൻ്റെ കർത്താവെ ജോലി നോക്കുവാനും ആ സ്ട്രെസ്സിൽ എൻ്റെ കർത്താവെ അവനെ ബാലൻസ് ചെയ്യുവാനും സമാധാനത്തോടെ പോകുവാനും ആശ്വാസം കൊടുക്കുവാനല്ലോ കൃപ എൻ്റെ ദൈവം അല്ലാതെ വേറെ ആരും ഇല്ല അപ്പച്ച. ദൈവമേ, ഞങ്ങൾക്കൊക്കെ ആശ്വാസം പറയുവാൻ മാത്രമേ ഉള്ളൂ അപ്പച്ച. എന്നാലും എൻ്റെ കർത്താവെ, എൻ്റെ ദൈവം അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വലിയ ആശ്വാസം അപ്പച്ച. അവർക്ക് അത് ഓവർകം ചെയ്യുവാനല്ലോ കൃപ കിട്ടും അപ്പച്ച. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ അവരുടെ കൂടെ ഇരിക്കണമേ എൻ്റെ കർത്താവെ. സ്തോത്രം. അവർക്ക് കൊടുത്ത മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നല്ല മക്കളായിട്ട് മോൾഡ് ചെയ്യുവാനല്ലോ കൃപ കൊടുക്കണമേ എൻ്റെ കർത്താവെ. എൻ്റെ ദൈവത്തിന് ഹിതം പോലെ അവിടെ നടത്തുവാനല്ലോ കൃപ കൊടുക്കണമേ. ദൈവഭയമുള്ള മക്കളായിട്ട് വളർത്തുവാനല്ലോ കൃപ കൊടുക്കണമേ എൻ്റെ കർത്താവെ. സ്തോത്രം. ഒരു അനർത്ഥങ്ങളൊന്നും വരാതെ ഞങ്ങളുടെ യങ് കപ്പിൾസിലുള്ള മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പലരും എൻ്റെ കർത്താവെ ജോലിയിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പച്ച. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ. ഇതൊക്കെ എൻ്റെ കർത്താവെ ഒരു നല്ലതിന് വേണ്ടി പ്രത്യാശ അവർക്ക് കൊടുക്കണമേ എൻ്റെ കർത്താവെ. ഒരു നല്ലത് വരുവാനുള്ള പ്രത്യാശ അവർക്ക് കൊടുക്കണമേ. നിരാശയായി പോകല്ല എൻ്റെ കർത്താവെ. അവർ നിരാശയായി പോകല. ആ വെയിറ്റിംഗ്, അച്ഛൻ പറഞ്ഞ പോലെ ആ വെയിറ്റിംഗ് ഒരു വലിയൊരു ആശ്വാസമാകണമേ എൻ്റെ കർത്താവെ. ഒരു വലിയൊരു ഗുഡ് റെസ്പോൺസ് കിട്ടണമേ എൻ്റെ അപ്പാ. സ്തോത്രം ചെയ്യുന്നു. വലിയൊരു ഉയർച്ച കിട്ടണമേ എൻ്റെ അപ്പാ. സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റണമേ എൻ്റെ അപ്പാ. സ്തോത്രം. ഹല്ലേലൂയ എൻ്റെ കർത്താവേ. എൻ്റെ കർത്താവ്, ഞങ്ങളുടെ സൺഡേ സ്കൂൾ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർ കടന്നു പോകുന്ന ഈ ഉള്ള സമയങ്ങള് പല ഡിഫറെന്റ് ഐഡൽസിനെ അവർ കാണുന്നു, അവർ കേൾക്കുന്നു. ട്രഡീഷൻസ്, റിലീജിയൻസ് എല്ലാം അവർ കേൾക്കുന്നു ദൈവമേ. ഈ മക്കൾ എൻ്റെ കർത്താവ്, ഈ ചെറിയ മക്കൾ എൻ്റെ കർത്താവ് പല സമയത്തും കൺഫ്യൂഷൻ ആയി പോകുന്നു അപ്പച്ച. അവിടെ നിന്നൊക്കെ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അവനെ കൂടുതലായിട്ട് ജീവനുള്ള ദൈവത്തിനെ പറഞ്ഞു കൊടുക്കുവാനും അവനെ ചേർത്ത് പിടിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. എൻ്റെ ദൈവം അല്ലാതെ വേറൊരു ദൈവം ഇല്ലെന്നുള്ളത് അവർക്ക് അറിയണമേ എൻ്റെ കർത്താവേ. ആ വഴികൾ അവർ കണ്ടുപിടിക്കണമേ എൻ്റെ കർത്താവേ. എൻ്റെ അപ്പച്ചൻ പറഞ്ഞ പോലെ ഈ അന്ധലോകത്തിലൊക്കെ എൻ്റെ കർത്താവേ ദൈവം സംസാരിക്കുന്ന പോലെ എൻ്റെ മക്കളോട് സംസാരിക്കണമേ എൻ്റെ കർത്താവേ. അവരോട് എൻ്റെ കർത്താവേ ദൈവം ചേർത്ത് പിടിക്കണമേ എൻ്റെ കർത്താവേ. ആ കടന്നു പോകുന്ന എല്ലാ സമയത്തൊക്കെ എൻ്റെ കർത്താവേ അപ്പച്ച അവരുടെ സ്കൂളില്, അവരുടെ ട്രാവലിംഗില്, അവരുടെ പഠിത്തത്തില് ബുദ്ധി ജ്ഞാനം കൊടുക്കണമേ എൻ്റെ കർത്താവേ. കൂടെ ഇരുന്ന് പഠിപ്പിക്കണമേ എൻ്റെ കർത്താവേ. സ്തോത്രം. എൻ്റെ കർത്താവേ, മുമ്പേ നടന്ന് എൻ്റെ കർത്താവേ അവിടെ വഴികളൊന്ന് തുറക്കണമേ. കൈ പിടിച്ച് നടക്കണമേ. അവിടെ കൺഫ്യൂഷൻ മാറ്റണമേ എൻ്റെ കർത്താവേ. എൻ്റെ ദൈവം അല്ലാതെ വേറെ ഒരു ദൈവമില്ലെന്ന് അവൾ മനസ്സിലാക്കണമേ. എൻ്റെ ദൈവത്തിനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കി അവൾ കടന്നു പോകണമേ എൻ്റെ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവെ കൊടുത്ത ടീച്ചേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാം എൻ്റെ കർത്താവെ അവർക്ക് കൊടുത്ത എല്ലാ സൗകര്യങ്ങൾക്കൊക്കെ നന്ദി പറയുന്നു അപ്പച്ച. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പള്ളിയിലുള്ള സീനിയേഴ്സ് ആന്റിമാർക്കും അങ്കിൾമാർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. എൻ്റെ കർത്താവ്, ഈ റിട്ടയർമെന്റ് ഉള്ള സമയം കൂടുതലായിട്ട് സന്തോഷിക്കുവാനുള്ള സമയമാണല്ലോ അപ്പാ. കൂടുതലായിട്ട് എൻ്റെ ദൈവവേല ചെയ്യുവാനുള്ള സമയമാണല്ലോ എൻ്റെ കർത്താവേ. കൂടുതലായിട്ട് എൻ്റെ ദൈവത്തിനെ, അവരുടെ കുടുംബത്തിനെ കാണുവാനും അവർക്ക് വേണ്ടിയിട്ട് ഒരു ആശ്വാസം കൊടുക്കുവാനായിട്ടാണല്ലോ ഈ റിട്ടയർമെന്റ് ലൈഫ്. ദൈവമേ, അതിനൊക്കെ ദൈവമേ അവർക്ക് നല്ല ആരോഗ്യവും ബലം കൊടുക്കണമേ. ഒരു വലിയ ആശ്വാസം കൊടുക്കണമേ. എൻ്റെ ദൈവത്തിന്റെ ആരോഗ്യം ബലം ഇല്ലാതെ അവർക്കൊക്കെ ഒന്നും പറ്റത്തില്ല അപ്പച്ച. ദൈവം അവർക്ക് മുമ്പേ നടക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എൻ്റെ അപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ ദൈവമേ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, അവരെ പള്ളിയിലൊക്കെ എൻ്റെ കർത്താവെ പ്രത്യാശയോടെ വരുമ്പോൾ നിരാശയായി പോകാതെ പിന്നെയും ഡബിൾ പ്രത്യാശയായിട്ട് മുമ്പോട്ട് പോകുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. അവർക്ക് വലിയൊരു ആശ്വാസം കൊടുക്കണമേ. ദൈവം
ഒത്തിരി പേര് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ടപ്പാ. അവരോടും പറയാത്ത അവിടെ സന്തോഷം, അവിടെ ദുഃഖം പങ്കുവെക്കുവാനോ ആരും ഇല്ലാത്ത പലരും ഉണ്ട് അപ്പച്ച. അവിടെയൊക്കെ എന്റെ കർത്താവേ ദൈവം ചേർത്ത് പിടിക്കണമേ എന്റെ കർത്താവേ. എത്ര എംറ്റി ത്രോണില് അപ്പച്ചൻ നിന്ന പോലെ അവിടെ അപ്പച്ചൻ കാണണമേ. ആ എംറ്റി സ്പേസിൽ എന്റെ കർത്താവേ എന്റെ അപ്പച്ചൻ കാണണമേ എന്റെ കർത്താവേ. അത് കാണുവാനും അവർ സന്തോഷിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ കർത്താവേ. ആരും ഇല്ലെങ്കിലും എന്റെ കർത്താവേ അവർക്ക് ആ പ്രത്യാശ കൊടുക്കണമേ, ആ വെളിച്ചം കൊടുക്കണമേ, അവരോട് സംസാരിക്കണമേ എന്റെ അപ്പാ. സ്തോത്രം, ഹല്ലേലൂയ എന്റെ കർത്താവേ. ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ അവിടെ കൂടിയിരിക്കണമേ എന്റെ അപ്പാ. ആ എംറ്റി ത്രോൺ ആയിട്ടല്ല, എന്റെ ദൈവത്തിനെ കാണുവാൻ അവിടെ കണ്ണുകൾ ഒന്ന് തുറക്കണമേ എന്റെ അപ്പച്ചാ. സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവെ. അനേകർ എന്റെ കർത്താവിടെ അവിടെ മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എന്റെ കർത്താവെ, പഠിക്കുന്ന എന്റെ കർത്താവ്, പ്രാർത്ഥിക്കുന്ന എന്റെ കർത്താവെ. ആ മക്കളുടെ അനുഗ്രഹം കാണുവാനും ആ പേരൻസിനെ അനുഗ്രഹിക്കണമേ എന്റെ കർത്താവെ. അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കണമേ എന്റെ കർത്താവെ. അവർ കടന്നു പോകുന്ന പല സ്ട്രെസ്സിലൊക്കെ എന്റെ കർത്താവെ അവനെ പൊതിയണമേ എന്റെ കർത്താവെ. ദൈവത്തിന്റെ രക്തത്തിൽ അവരുടെ പൊതിയണമേ എന്റെ മക്കളൊക്കെ എന്റെ കർത്താവെ. ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർക്കൊരു ഷീൽഡായിട്ട് നിൽക്കണമേ, ബുദ്ധിജ്ഞാനം കൊടുക്കണമേ. പല കൺഫ്യൂഷൻസ് ഉണ്ടപ്പാ, പല സ്ട്രെസ് ഉണ്ടപ്പാ, അവർ അനുഭവിക്കുന്ന വേദനകൾ എന്റെ കർത്താവ്. പലരൊക്കെ എന്റെ കർത്താവ് പേരോസിനോട് പറയാതെ അനുഭവിക്കുന്ന പലരും ഉണ്ടപ്പാ. കോമ്പറ്റീഷൻ വേൾഡിൽ എന്റെ കർത്താവെ ദൈവത്തിന്റെ ഒരു ആശ്വാസം, സമാധാനം അവർക്ക് കൊടുക്കണമേ. അപ്പച്ചന്റെ ഷീൽഡ് കൊണ്ട് പിള്ളേരെ പൊതിയണമേ എടപ്പാ. സ്തോത്രം. അവർ ആഗ്രഹിക്കുന്ന പോലെ നിലയിൽ വരുവാണല്ലോ കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ കർത്താവെ. ദൈവമേ അവർ കടന്നു പോകുന്ന ഓരോരോ എക്സാമിൽ എന്റെ കർത്താവെ കൃത്യമായിട്ട് അവർക്ക് ആരോഗ്യം കൊടുക്കണമേ എന്റെ കർത്താവെ. ഒരു വിധത്തിലും എന്റെ കർത്താവെ അനാരോഗ്യത്തിൽ കിടന്നു പോകാതെ നോക്കിക്കോണമേ എന്റെ കർത്താവെ. അവർ കഷ്ടപ്പെട്ടതൊക്കെ എന്റെ കർത്താവ് വലിയൊരു സക്സസ് ആക്കി മാറ്റണമേ എന്റെ കർത്താവെ. ഞങ്ങളുടെ ആ കോൺഗ്രിഗേഷനെ വലിയൊരു സന്തോഷമാക്കി മാറ്റണമേ എന്റെ കർത്താവെ. ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ അവിടെ കൂടി ഇരിക്കണമേ എന്റെ കർത്താവെ. പഠിച്ച് മിടുക്കന്മാരായിട്ട് വരുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ അപ്പാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എന്റെ കർത്താവെ. എന്റെ കർത്താവെ ഹല്ലേലൂയ. എന്റെ കർത്താവെ ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവെ. പലവിധമായ അനേക സംഭവങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പച്ച. പലവിധമായ എന്റെ കർത്താവെ സമാധാനമില്ലാത്ത ന്യൂസുകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പച്ച. അവിടെ നിന്നൊക്കെ ഞങ്ങളെ വിടിപ്പിക്കണമേ. ഞങ്ങളുടെ മിനിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ലീഡേഴ്സിനായി പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവെ. അവർക്ക് ബുദ്ധിജ്ഞാനം അവർക്ക് കൊടുക്കണമേ എന്റെ കർത്താവെ. ഞങ്ങൾക്ക് സമാധാനം തരുവാനുള്ള കൃപ കൊടുക്കണമേ എന്റെ അപ്പച്ച. സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് നടക്കുവാനുള്ള കൃപ തരണമേ എന്റെ കർത്താവെ. ഇനിയുള്ള കാലത്ത് എന്റെ കർത്താവെ എന്റെ ദൈവമായ മക്കൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ അപ്പാ. ആ കഷ്ടപ്പാടില് ആ പേഷ്യൻസോടെ നിൽക്കുവാനും സമാധാനത്തോടെ നിൽക്കുവാനും മുമ്പോട്ട് നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കർത്താവെ എന്റെ ദൈവത്തിന് തള്ളി പറയാതെ മുമ്പോട്ട് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അപ്പച്ച. പേടിച്ച് എന്റെ കർത്താവെ എന്റെ ദൈവത്തിന് തള്ളി പറയാതെ എന്റെ ദൈവം എല്ലാം പറയുവാനുള്ള കൃപ ഞങ്ങളുടെ നാവിൽ ഞങ്ങൾക്ക് തരണമേ എന്റെ അപ്പച്ച. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എന്റെ കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പഠിച്ച വചനങ്ങളൊക്കെ എന്റെ കർത്താവെ ഞങ്ങളുടെ നാവിൽ വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്റെ അപ്പച്ച. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എന്റെ കർത്താവെ. എന്റെ കർത്താവെ ഞങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്ന മക്കളുണ്ട് അപ്പൊ ട്രീറ്റ്മെന്റിൽ പോകുന്ന മക്കളുണ്ട് അപ്പച്ച. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെത്രയോ ആഗ്രഹിക്കുന്നു അപ്പൊ അവിടെ ഉദരത്തിനെ അനുഗ്രഹിക്കണമേ എന്റെ കർത്താവെ. അവിടെ ഭൂമിനെ ഒന്ന് തൊടണമേ പ്ലീസ് എന്റെ അപ്പച്ച. ഞങ്ങൾ ഒരുമിച്ച് എന്റെ കർത്താവെ ദൈവസന്നിധിയിൽ ഈ ഒരു പ്രാർത്ഥന പാടുമ്പോൾ എന്റെ കർത്താവെ അവിടെ ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ അവിടെ കൂടിയിരിക്കണമേ എന്റെ കർത്താവെ. പല പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പച്ച. അതിനൊക്കെ എന്റെ കർത്താവെ ദൈവമേ അവനെ ഓക്കം ചെയ്ത് മുമ്പോട്ട് പോകുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ അപ്പാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എന്റെ കർത്താവെ. എന്റെ കർത്താവെ അതുപോലെ എന്റെ കർത്താവെ എന്റെ കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ എന്റെ കർത്താവെ. എന്റെ കർത്താവെ ഞങ്ങളുടെ ഈ ഒരു വുമൻസ് സെല്ലിനായി പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ദൈവമേ പ്ലീസ് എന്റെ അപ്പച്ച അവിടെ എല്ലാം ദൈവത്തിന്റെ കരങ്ങൾ കാണണമേ എന്റെ കർത്താവെ. പലരും പല സ്ഥലത്ത് നിന്ന് എന്റെ കർത്താവെ ഫുഡ്സ് കൊണ്ടുവരുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി മാറ്റണമേ. ഞങ്ങളുടെ കറികൾ ഏറ്റവും രുചികളായി മാറ്റണമേ എന്റെ അപ്പ. ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ അവിടെ കൂടി ഇരിക്കണമേ എന്റെ അപ്പ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ BHL വർഷിപ്പിനായി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ മക്കൾ വരുവാനും
അവിടെ ഒരു കോൺഗ്രിഗേഷൻ വരുവാനുള്ള കൃപ കൊടുക്കണമേ. ഞങ്ങൾക്ക് വലിയൊരു സന്തോഷ വാർത്ത കേൾക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അപ്പ. സ്തോത്രം ചെയ്യുന്ന അനേകരുടെ കർത്താവെ, ഒത്തിരി യാത്ര ചെയ്ത് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ വരുമ്പോൾ അവിടെ ഒരു സഭ വരുവാനും ഞങ്ങൾക്ക് കൂടുതലായിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് ആകുവാനുള്ള കൃപ കൊടുക്കണമേ എന്റെ കർത്താവെ. അവിടെ യാത്രയിലൊക്കെ ഒരു ഭംഗമൊന്നും വരാതെ അപ്പച്ച നോക്കിക്കോണമേ എന്റെ അപ്പച്ച. സ്തോത്രം ചെയ്യുന്നു. പലരും ദൂരമായിട്ട് എന്റെ കർത്താവെ വരാത്ത ആൾക്കാരുണ്ടപ്പച്ച. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവെ. ദൈവം ആ വഴികളൊക്കെ ഒന്ന് തുറക്കണമേ എന്റെ അപ്പച്ച. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എന്റെ കർത്താവെ. ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ അവിടെ കൂടി ഇരിക്കണമേ എന്റെ അപ്പ. സ്തോത്രം. ഹല്ലേലൂയ എന്റെ കർത്താവ്. എന്റെ കർത്താവെ, ദൈവം ചെയ്ത എല്ലാ കൃപകൾക്കും അനുഗ്രഹത്തിനൊക്കെ നന്ദി പറയുന്നു എന്റെ കർത്താവ്. ഈ ഒരു സമയം എനിക്ക് തന്നേനായി സ്തോത്രം. മനോമൊത്തം എന്നേക്കൊണ്ടായിരിക്കട്ടെ. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവകാര്യങ്ങളിൽ താങ്ക് യു ഷീജ വർഗീസ്. ദൈവകാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്യാം. ഇന്ന് പ്രത്യേകമായി ദൈവസന്നിധിയിൽ നാം ഓർത്ത് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മുടെ ഇടവകയിലെ അംഗങ്ങളെക്കുറിച്ചും ഇടവകയിലെ ആവശ്യങ്ങളെക്കുറിച്ചും ഒക്കെ ആണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ ദാസി മിസ്സസ് ഷീജ വർഗീസിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നിന്റെ മകളെ നീ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ കുടുംബമായിട്ട് ബലപ്പെടുത്തണമേ. നിന്റെ മക്കൾ നിനക്ക് വേണ്ടി നിൽക്കുന്നവരും നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുമായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം കൊണ്ടും ബലം കൊണ്ടും സുഖം കൊണ്ടും കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഓർത്ത് മനസ്സിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ പ്രയറിൽ ഓർക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. തമ്പുരാനെ, നിന്റെ ദയ ഞങ്ങളുടെ മേൽ നിന്ന് എടുത്തു കളയരുതേ. മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് നമ്മുടെ പള്ളിയെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മുടെ ഇടവകയുടെ ആവശ്യങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഇടവകയ്ക്ക് ലീഡർഷിപ്പ് നൽകുന്ന എല്ലാ ചർച്ച് കമ്മിറ്റി മെമ്പേഴ്സിന് വേണ്ടിയും ഓഫീസ് ബെയറേഴ്സിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം പരിജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും ബുദ്ധി കൊണ്ടും ഇടവകയിലെ ചുമതലക്കാരെ നടത്തേണ്ടതിനായും ദൈവത്തിൻ്റെ ഏറിയ കൃപ അവർക്ക് ലഭിക്കേണ്ടതിനായും ഓരോരുത്തർക്കും ലഭിക്കേണ്ടതിനായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടുമ്പോൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഭയെ വേണ്ടുന്ന രീതിയിൽ ഭൗതികമായി ആത്മീകമായും നയിപ്പാൻ ഇടവകയിലെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും പ്രയറിൽ ഓർക്കാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആവശ്യഭാരങ്ങളുണ്ട്. നമ്മൾ പരസ്പരം കാര്യങ്ങൾ പറയുന്നില്ലെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്. സാമ്പത്തികമായ ആവശ്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങൾ, അതേപോലെ പഠനത്തിനായി നാം ചെലവഴിക്കുന്ന പണം, നമുക്കൊക്കെ പല തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടല്ലോ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ഇടവകയെ പോലെ തന്നെ മറ്റ് ഇടവകകളെ പ്രയറിൽ ഓർക്കാം. ബിഷപ്സിനെ, അതേപോലെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാ പട്ടക്കാരെയും മിഷണറിമാരെയും മിഷൻ ഫീൽഡുകളെയും ഇന്ത്യയുടെ സുവിശേഷീകരണത്തിനെയും ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കാം. നാം ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള മധ്യകാല ഡയസിന് വേണ്ടിയും അതേപോലെ മേഡക് ഡയസിന് വേണ്ടിയും അതിൻ്റെ ലീഡേഴ്സിന് വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവകയിലെ ഓക്സിലറീസിനെ പ്രയറിൽ ഓർക്കാം. സൺഡേ സ്കൂൾ, യൂത്ത് ലീഗ്, വിമൻസ് ഫെലോഷിപ്പ്, യങ് കപ്പിൾ, ലേറ്റി ഫെലോഷിപ്പ്, ഖൊയർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഓക്സിലറീസിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ ലീഡേഴ്സിന് വേണ്ടിയും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാനമായും 2 ഓക്സിലറീസിൻ്റെ പ്രോഗ്രാംസ് നമുക്ക് വരികയാണ്. വിമൻസ് ഫെലോഷിപ്പിൻ്റെ ഫുഡ് സെയിലും അതേപോലെ തന്നെ യങ് കപ്പിൾ യൂത്ത് ലീഗ് ലീഡർഷിപ്പിൽ നടക്കുന്നതായിട്ടുള്ള ഓഗസ്റ്റ് 15 റിട്രീറ്റും പ്രത്യേകമായി പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ലേറ്റി ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ അടുത്ത ഞായറാഴ്ച, നാളെ കഴിഞ്ഞ് നമുക്ക് ലേറ്റി സൺഡേ വർഷിപ്പ് നടക്കുന്നു. അതിന് വിവിധങ്ങളായ ചുമതലകൾ നിർവഹിക്കുന്ന എല്ലാവരെയും ഒരു നിമിഷം പ്രയറിൽ ഓർക്കാം. ഇടവകയുടെ ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനേക്കാൾ അപ്പുറമായി നമ്മുടെ സ്പിരിച്വൽ നീഡ്സിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്പിരിച്വൽ സ്ട്രെങ്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ധാരാളം അവസരങ്ങൾ ദൈവം നൽകുന്നുണ്ട്. അതിലൂടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആത്മീകമായിട്ടുള്ള ബലപ്പെടൽ ലഭിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവകയുടെ ചർച്ച് ബിൽഡിങ്ങിനോട് ചേർന്നുള്ള അഡ്ജസൻ ലാൻഡ് വാങ്ങണമെന്നുള്ള തീരുമാനം നാം എടുത്തിരിക്കുന്നു. നമുക്ക് അതിൻ്റെ
ക്രമീകരണങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം കരുതുന്നതിനായി ഇടവകജനങ്ങളുടെ സഹകരണം ലഭിക്കുന്നതിനായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒക്കുപെൻസി സർട്ടിഫിക്കറ്റിൽ നമുക്ക് അല്പം പ്രതിസന്ധികളുണ്ട്. ദൈവം ആ കാര്യം നിർവഹിച്ചു തരേണ്ടതിനായി, എല്ലാ തടസ്സങ്ങളും മാറേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വിപരീതമായ എഴുത്തുകൾ ഉണ്ടാകാതെ നമുക്ക് വിപരീതമായ എല്ലാ കൈയെഴുത്തുകളെയും മാറ്റി എഴുതേണ്ടതിനായിട്ട്, ദാനിയേലിന്റെ പുസ്തകത്തിലും നമ്മൾ അങ്ങനെയാണ് വായിക്കുക. എല്ലാ വിപരീത കൈയെഴുത്തുകളെയും ദൈവം മാറ്റിക്കളയുന്നു. ദൈവത്തിന്റെ കരുതലും കാവലും ഈ പ്രാർത്ഥനാ കാര്യത്തിൽ ലഭിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ കരുതൽ ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതേപോലെ പുതിയ ജോലികൾ അന്വേഷിക്കുന്നവർ ഇടവകയിലുണ്ട്. ചിലർക്കൊക്കെ ജോലി നഷ്ടമായിട്ടുണ്ട്. ഇത് പ്രത്യേകമായി നാം പ്രാർത്ഥനയിൽ ഓർക്കണം. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതൽ ലഭിക്കേണ്ടതിനായി, അത്ഭുതങ്ങൾ നടക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരുടെയും പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും നമുക്ക് അങ്ങനെയുള്ള ആളുകളെ പ്രയറിൽ പ്രത്യേകമായിട്ട് ഓർക്കണം. പ്രത്യേകിച്ച് യങ് പീപ്പിൾ, അവർക്ക് ജോലി നഷ്ടമാകുമ്പോൾ അവർ പലതരത്തിലുള്ള ചിന്തകളിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി ദൈവം അവരെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലോ അറിയാതെയോ വിവിധ തരത്തിലുള്ള അഡിക്ഷൻസിൽ ജീവിക്കുന്നവരുണ്ടാകുമല്ലോ. പ്രത്യേകമായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധ തരത്തിലുള്ള അഡിക്ഷനിൽ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ വീണ്ടെടുപ്പിനും മടങ്ങിവരവിനും അവരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിനുമൊക്കെ ഇടയാകണമേ നമുക്ക് ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ സന്ദർഭത്തിൽ ഒറ്റയായി ജീവിക്കുന്നവർ, അതേപോലെ വിഡോസ് ആയിട്ടുള്ളവർ, അബാൻഡൻഡ് ആയിട്ടുള്ള ആളുകൾ, അനാഥരായിട്ടുള്ളവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, വിശപ്പും ദാഹവും കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, വീടുകളില്ലാത്തവർ, അതുപോലെ തന്നെ ഫിസിക്കലി മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവരെ പ്രത്യേകമായി, ആരുമില്ലാത്തവർ, അങ്ങനെയുള്ളവരെ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്കറിയാമല്ലോ, തെരുവുകളിൽ എത്രയോ മനുഷ്യരാണ് പ്രയാസപ്പെട്ട് കഴിയുന്നത്. നമ്മളൊക്കെ സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഒരുപക്ഷെ അവരവരുടെ കാരണങ്ങൾ കൊണ്ടാവാം ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. എങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ളവരെ പ്രാർത്ഥനയിൽ വഹിക്കുകയും ഓർക്കുകയും ചെയ്യാം. ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. അടുത്ത പാട്ട് പാടിയതിനു ശേഷം ഈ പ്രാർത്ഥനകൾക്ക് ലീഡർഷിപ്പ് നൽകുന്നത് അഞ്ജു നിശാന്താണ്. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണമായിട്ടും ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. ഹീനമനുജനനം എടുത്ത യേശു രാജാ നിൻ സമീപേ നിൽപ്പൂ, ഏറ്റുകൊൾകവനെ തള്ളാതെ, ഏറ്റുകൊൾകവനെ തള്ളാതെ. ഹീനമനുജനനം എടുത്ത യേശു രാജാ നിൻ സമീപേ നിൽപ്പൂ, ഏറ്റുകൊൾകവനെ തള്ളാതെ, ഏറ്റുകൊൾകവനെ തള്ളാതെ. കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു, മുൾമൂടി ചൂടിനാൻ പൊൻശിരസതിന്മേൽ, നിന്നയും ദുഷിയും പീഡയും സഹിച്ചു, ദിവ്യമാം രുതിരം ചൊരിഞ്ഞു നിനക്കായി, കരുണയായി നിന്നെ വിളിച്ചിടുന്നു, കരുണയായി നിന്നെ വിളിച്ചിടുന്നു. ഹീനമനുജനനം എടുത്ത യേശു രാജാ നിൻ സമീപേ നിൽപ്പൂ, ഏറ്റുകൊൾകവനെ തള്ളാതെ. തല ചായ്ക്കുവാൻ സ്ഥലവുമില്ലാതെ, ദാഹം തീർക്കുവാൻ ജലവുമില്ലാതെ, ആശ്വാസം പറവാനാരും തനിക്കില്ലാതെ, ആരുമാ രക്ഷകൻ ഏകനായി മരിച്ചു,
ആ പാടുകൾ നിൻ രക്ഷയ്ക്കായി, ആ പാടുകൾ നിൻ രക്ഷയ്ക്കായി. ഹീനമനുജനനം എടുത്ത യേശുരാജ നിൻ സമീപേ നിൽപ്പൂ. ഏറ്റുകൊൾകവനെ തള്ളാതെ, ഏറ്റുകൊൾകവനെ തള്ളാതെ. പ്രാർത്ഥിക്കാം. ഗുഡ് മോർണിംഗ് അച്ഛാ, കേൾക്കാമോ? കേൾക്കാം. സ്തോത്രം. പ്രാർത്ഥിക്കാം. കർത്താവെ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ലൊരു പകൽക്കാലം കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ചുരുക്കം ചിലരായി കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ ഹാലലൂയ ഉണ്ടായിരിക്കുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലൂയ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവശങ്ങളൊന്നും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വിടുതലിനായി കർത്താവെ ആയിരിക്കാൻ എൻ്റെ ദൈവം ഇടയാക്കരുത് കർത്താവെ. ഞങ്ങളുടെ നോട്ടത്തിലെ, ചിന്തയില്, നിരൂപണത്തില്, കൊടുക്കൽ വാങ്ങല്, പ്രാർത്ഥന, പ്രതിഷ്ഠ, തീരുമാനങ്ങളിലെല്ലാം വന്നു പോയിരിക്കുന്ന കുറവശങ്ങളെ ദൈവം ക്ഷമിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഞങ്ങൾ സ്വർഗത്തിലുണ്ടെന്ന് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇടവകയിലെ കർത്താവെ ഞങ്ങളെ അങ്ങയുടെ പാതയിൽ നയിക്കുന്നതിനായി കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് അയച്ചിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ മകൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളോടും കൂടെ കർത്താവിന്റെ കൃപ സാന്നിധ്യം കൂടെ ഇരിക്കണം. ആയുസ്സോടെ ആരോഗ്യത്തോടെ എൻ്റെ ദൈവം കാത്തു പരിപാലിക്കണം കർത്താവെ. ഹല്ലേലൂയ. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം കർത്താവെ. ബലം നൽകുമാറാകണമേ കർത്താവെ. ആത്മീകമായും ഭൗതികമായും എൻ്റെ കർത്താവ് എൻ്റെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂട്ടിനായി കൊടുത്തിരിക്കുന്ന കൊച്ചമ്മയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. കൊച്ചമ്മയുടെ കർത്താവെ പള്ളിയിൽ ചെയ്യുന്ന എല്ലാ കർത്താവെ പ്രവർത്തനങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇടയാക്കണമേ. ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കണം. പഠിപ്പിക്കുന്ന അധ്യാപകരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. നല്ല ഭാവി ജീവിതം അവർക്കായി കരുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലെ കർത്താവെ കുടുംബത്തെ പൂർണ്ണമായി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഈ വ്യക്തി ജീവിതങ്ങളുടെ ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ഭവനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ എൻ്റെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയെ ആരാധിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ഒരു സഭ തന്നു കർത്താവെ. അതിനെ നയിക്കുന്നതിനായി ഞങ്ങൾക്ക് ബിഷപ്പുമാരെ, അച്ഛന്മാരെ, മിഷണറിമാരെ, മിഷൻ ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്ന കർത്താവെ അനേകം ദൈവദാസന്മാരുണ്ട് കർത്താവെ. അവരെല്ലാം ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ചെയ്യുന്ന അങ്ങയുടെ വേല കർത്താവെ അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, അനേകായിരങ്ങളെ ദൈവസന്നിധിയിൽ നേടിയെടുക്കുവാൻ എൻ്റെ കർത്താവ് അവരെല്ലാം ഒരുക്കണമേ കർത്താവെ. അവരുടെ ഓരോ പ്രവർത്തികളിന്മേലും ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ കർത്താവെ സന്നിധിയിലെ മിഷൻ ഫീൽഡുകളിൽ കർത്താവെ അങ്ങയുടെ വേല ചെയ്യുന്ന അനേകം ദൈവമക്കളുണ്ട് കർത്താവെ. ദേവദാസന്മാരുണ്ട്, ദാസിമാരുണ്ട് കർത്താവ്. അവരുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. പലവിധമാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കർത്താവെ അങ്ങയുടെ വേല ചെയ്യുന്ന അനേകം ദൈവദാസന്മാരുണ്ട് കർത്താവെ. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ അറിയുന്നതിന് മുൻപേ അവരുടെ ആവശ്യങ്ങളെല്ലാം എൻ്റെ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് അവരോട് കൂടെ ഇരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. അവരുടെ സുവിശേഷീകരണം എല്ലാം കർത്താവെ മറ്റു ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കർത്താവെ കൊണ്ടുവരുവാൻ തക്കവണ്ണം അവരുടെ ശുശ്രൂഷയെ കർത്താവെ വളരെ അനുഗ്രഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ഇടവകയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവെ ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെയും പങ്കിടുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന ഒരിടമാണല്ലോ കർത്താവെ.
അങ്ങയുടെ ഇടവക കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ നയിക്കുന്നതിനായി ഞങ്ങൾക്ക് കർത്താവെ പ്രിയ അച്ഛനെ നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ഇടവകയുടെ ശുശ്രൂഷകന്മാരായ കമ്മിറ്റി അംഗങ്ങളെ ഓരോ വ്യക്തി ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാന് കർത്താവർക്ക് ബുദ്ധിയും ജ്ഞാനവും അറിവും സ്വർഗത്തിലെ അപ്പച്ചനെ അവിടുന്ന് നൽകണം. എല്ലാം കർത്താവെ ഹല്ലേലൂയ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലെ ഓരോ അംഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ കൂടി വരുമ്പോൾ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരും അന്യോന്യം സ്നേഹിക്കുന്നവരായി കർത്താവെ, മറ്റുള്ളവരെ കരുതുന്നവരായി കർത്താവെ ഹല്ലേലൂയ, മറ്റുള്ളവർക്കൊരാശ്വാസമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ സഭയിലെ എല്ലാവരും ഐക്യത്തോടെ ഒരുമയോടെ കർത്താവെ നിലനിന്ന് എന്തൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവെ അവരുടെ മനസ്സിനെ കർത്താവെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിലെ ഓരോ സംഘടനകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകാൽ ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. കർത്താവിന്റെ വചനം കർത്താവെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും കർത്താവെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ വചനം പഠിച്ച് കർത്താവെ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന് കൊള്ളാവുന്നവരായി കർത്താവെ, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി കർത്താവെ ഹല്ലേലൂയ. കർത്താവെ മറ്റുള്ള കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും തമ്മിലുള്ള വ്യത്യാസം കർത്താവെ മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ, ദൈവത്തെ അറിയുന്നവരുടെ വ്യത്യാസം കർത്താവെ മറ്റുള്ളവർ മനസ്സിലാക്കി കർത്താവെ അങ്ങയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ സ്കൂളുകളിൽ പഠിക്കുന്നവരൊക്കെയാണ് കർത്താവെ. അവരുടെ ആവശ്യങ്ങളിൽ അവർക്കൊക്കെ വളരെയേറെ പഠിക്കുവാനും കർത്താവെ വളരെയേറെ പഠനത്തിൽ കർത്താവെ വളരെയേറെ ടെൻഷൻ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ് കർത്താവെ. ആ കൂട്ടത്തിൽ എൻ്റെ ദൈവത്തിന്റെ വചനം ഉയർത്തിപ്പിടിക്കുവാൻ എൻ്റെ കർത്താവ് അവരെ ഒരുക്കുമാറാകണമെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി കർത്താവെ ഹല്ലേലൂയ നല്ല ബുദ്ധിയും അറിവും ഞാൻ ഉള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ എൻ്റെ ദൈവം കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെല്ലാം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാന് കർത്താവെ, അവരെയൊക്കെ ബഹുമാനിച്ച് കർത്താവെ അവരെ സ്നേഹത്തോടെ ഇടപെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണം കർത്താവെ. സ്കൂളുകളിലൊന്നും കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുവാൻ എൻ്റെ ദൈവം ഇടയാക്കരുത് കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂൾ പഠിച്ച് കർത്താവെ മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കർത്താവെ അവർ പഠിച്ച വചനമല്ല അവരുടെ മനസ്സിൽ എൻ്റെ ദൈവം അവർക്ക് നൽകി കൊടുക്കണം കർത്താവെ. അതനുസരിച്ച് കർത്താവിന്റെ വചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ എൻ്റെ ദൈവം അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ വുമൺ ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവം ഞങ്ങളുടെ വേലയിൽ കർത്താവെ ഓരോരുത്തരും കർത്താവിന്റെ വേലയിൽ അനുഗ്രഹത്തോടെ അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാന് എൻ്റെ ദൈവം അവരെല്ലാം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വുമൺ ഫെലോഷിപ്പിന്റെ സെയിൽ കർത്താവെ കടന്നു വരുന്നു. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഞങ്ങളുടെ നാമമഹത്വത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവെ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഓരോ കർത്താവെ ഭക്ഷണ പദാർത്ഥങ്ങളും കർത്താവെ അതൊരു നല്ല കർത്താവെ ആത്മാവിന്റെ കർത്താവെ അനുഗ്രഹത്താല് കർത്താവെ അത് കർത്താവെ മറ്റുള്ളവർക്ക് ഒരു ടേസ്റ്റായി തീരുവാന്, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയായി ചെയ്യുവാന് എൻ്റെ കർത്താവ് എല്ലാ വ്യക്തി ജീവിതങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ യൂത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ യങ് കപ്പിൾസിനെ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. റിട്രീറ്റ് ഒക്കെയും കർത്താവെ അടുത്തു വരുന്നു കർത്താവെ. ഇതെല്ലാം ഭംഗിയായി ചെയ്യുവാന് കർത്താവെ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കർത്താവെ ഹല്ലേലൂയ അങ്ങ് കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിൽ കർത്താവെ വളരെ ഭംഗിയായി കർത്താവെ ചെയ്യുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയായുധമായി ചെയ്യുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണം. അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ഞങ്ങളോട് കൂടെ ഇരിക്കണം കർത്താവെ. ലേറ്റി ഫെലോഷിപ്പിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പ്രായമായ എല്ലാ കർത്താവെ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സംഘടന കർത്താവെ അതൊരു കർത്താവെ ഞങ്ങൾക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ദൈവം ഇടയാക്കണം കർത്താവെ. ഇതിൽ കർത്താവെ ദൈവമേ ശാരീരികമായി ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട് കർത്താവെ.
എൻ്റെ ദൈവം അവരെയൊക്കെ അവരുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കണം കർത്താവെ. ഹല്ലേലൂയ. ശാരീരികമായി ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ എൻ്റെ കർത്താവിൻ്റെ കരം അവരുടെ മേലെ തൊട്ട് കർത്താവ് സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഗായക സംഘത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, അങ്ങയ്ക്കായി പാടുവാൻ തക്കവണ്ണം കർത്താവെ, പാടി ആരാധിക്കുവാൻ കർത്താവെ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന ചിന്തയോടെ കർത്താവെ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിനായി കർത്താവെ പാടുവാൻ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടവകയിലെ കർത്താവെ ആവശ്യങ്ങളെ എല്ലാം ഞങ്ങൾ ഓർക്കുന്ന ഈ നിമിഷം കർത്താവെ, സാമ്പത്തികമായി ആത്മീയമായുമായ എല്ലാ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആവശ്യമുള്ള സമയത്ത് കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്ന് ഞങ്ങൾ കർത്താവെ സാമ്പത്തിക നന്മകളെ എല്ലാം എൻ്റെ ദൈവം ഒരുക്കണം കർത്താവെ. ഇടവകയിലുള്ള എല്ലാ കർത്താവെ വ്യക്തി ജീവിതങ്ങളും ആത്മീയമായി മുന്നോട്ട് വളരുവാൻ തക്കവണ്ണം ദൈവമേ കർത്താവ് കൃപ നൽകുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടവകയ്ക്കായി കർത്താവെ പുതിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കർത്താവെ, ഞങ്ങളുടെ പള്ളിയുടെ അടുത്തുള്ള ഒരു സ്ഥലം ഞങ്ങൾ കർത്താവെ കണ്ടു കർത്താവെ. എന്നാൽ ആ സ്ഥലം വാങ്ങുന്നതിന് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു കർത്താവെ. അതിൻ്റെ ഫണ്ടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. തക്ക സമയത്ത് എൻ്റെ ദൈവം ഞങ്ങൾക്കത് നൽകി തരുവാൻ വിശ്വസ്തനെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം, ഹല്ലേലൂയ, ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയിലും അടുപ്പില്ലാത്തവരായി കർത്താവെ, ഏലിയാവിനെ പോലെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഓരോ വിഷയങ്ങൾക്കായി കണ്ണുനീരൊഴുക്കുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവെ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി കർത്താവെ ഞങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവെ ചില വ്യക്തി ജീവിതങ്ങളാൽ അത് തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥ എൻ്റെ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ സമയത്ത് അത് ഞങ്ങൾക്ക് കർത്താവെ ലഭിക്കുമെന്ന് ഞങ്ങൾ കർത്താവെ വിശ്വസിക്കുന്നു നാഥ. കർത്താവെ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. അങ്ങേക്ക് കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവെ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവെ ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ മുന്നിൽ അതൊരു ആശ്ചര്യമായി തീരുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ദൈവ മനസ്സിനോട് എൻ്റെ കർത്താവിനെ, ഹല്ലേലൂയ, കർത്താവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്കുമായി കർത്താവെ, ഞങ്ങൾ ഓരോ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ എൻ്റെ കർത്താവെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പായി എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മുമ്പായി അവിടെ എത്തണം കർത്താവെ. ഹല്ലേലൂയ. ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ എൻ്റെ കർത്താവെ, ഹല്ലേലൂയ, അത് കർത്താവെ അവർക്ക് ചെയ്തു കൊടുക്കാം എന്നൊരു തോന്നല് എൻ്റെ ദൈവം അവർക്ക് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. താമസിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തെടുപ്പാൻ കർത്താവെ, അത് ഞങ്ങൾക്ക് ചെയ്ത് കിട്ടുവാൻ എൻ്റെ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ മഹാ ഇടവകകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മേധക് ഡയസിസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. മധ്യ കേരള ഇടവകയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഇതിലെ കർത്താവെ കൂടി വരുന്ന എല്ലാ ഭവനത്തെയും കർത്താവെ, അതിലെ കർത്താവെ എൻ്റെ ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ, ദാസിമാരെ, കർത്താവെ അച്ഛന്മാരെ, കർത്താവെ ബിഷപ്പുമാരെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപ കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. അവർ ചെയ്യുന്ന എല്ലാം ദൈവമേ അങ്ങയ്ക്കായി, അങ്ങയുടെ നാമമഹത്വത്തിനായി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ, ഇത് ഞങ്ങൾ എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് കർത്താവെ ചിന്തയോടുകൂടി ചെയ്യുവാൻ എൻ്റെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ലേയോഫ് കാരണം കർത്താവെ ജോലി നഷ്ടപ്പെടുന്ന അനേകം കർത്താവെ ആളുകളുണ്ട് കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, എൻ്റെ ദൈവമേ കർത്താവെ, ഒരു ജോലിയില്ലാതെ ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ലല്ലോ കർത്താവെ. ഞങ്ങൾ മുൻപോട്ട് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ വളരെയാണ് കർത്താവെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവെ, ആരുടെ കർത്താവെ ജോലികളിലെല്ലാം സ്ഥിരതയുള്ളവരായി കർത്താവെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഏതൊരു പ്രതിസന്ധിയിൽ എൻ്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാന് എൻ്റെ കർത്താവ് അവരെ സഹായിക്കണം കർത്താവ്. അവരുടെ ജോലിയിൽ എൻ്റെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. ഒരാളുടെ പോലും ജോലി നഷ്ടപ്പെടുവാൻ എൻ്റെ ദൈവം ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിക്ക് വേണ്ടി കർത്താവെ, അനേകം കുഞ്ഞുങ്ങൾ കർത്താവരുടെ പഠിത്തമൊക്കെയും കഴിഞ്ഞ് കർത്താവെ ജോലിക്ക് വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് കർത്താവെ. ഒരു ജോലി എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കർത്താവെ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ അതുണ്ട് കർത്താവെ. അവരുടെ മനസ്സിനെ
എൻ്റെ ദൈവം കാണുമാറാകണം. അവർ ഇന്റർവ്യൂവിനൊക്കെയും പോകുമ്പോൾ കർത്താവിന്റെ കൃപ കർത്താവെ അവർക്ക് മുമ്പായി കർത്താവെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ അവർക്ക് വേണ്ട കർത്താവെ അവരുടെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്തായിരുന്നാലും എൻ്റെ കർത്താവ് ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇടയാക്കണം കർത്താവെ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരോട് കൂടെ ഇരിക്കണമേ കർത്താവെ. അതിലൊക്കെ ഉപരിയായി എൻ്റെ ദൈവത്തിലെ കർത്താവെ അവരെ കർത്താവെ വിശ്വസിച്ച് കർത്താവെ മുന്നോട്ട് ജീവിതം നയിക്കുന്നവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കർത്താവെ ലോകം കർത്താവെ നാശത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ അനേക യുവജനങ്ങള് കർത്താവെ ഹല്ലേലൂയ കർത്താവെ ലഹരി മരുന്നിന്റെ ഉപയോഗത്തിലും മറ്റ് അഡീഷനുകളിലൊക്കെയും പെട്ട് ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടമാണല്ലോ കർത്താവെ. എൻ്റെ ദൈവമേ, അവരെ ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങണമേ, അവരുടെ മനസ്സിനോടൊന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്ന നാഥ, അവരെയൊക്കെയും എൻ്റെ കർത്താവിന്റെ കരത്തിനുള്ളിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ ഈ ലോകത്തിൽ നശിച്ചു പോകുന്നവരായി തീരുവാന് എൻ്റെ ദൈവം ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്കെല്ലാം ഒരു മാനസാന്തരം കർത്താവ് നൽകണം. അവരുടെ മനസ്സിനോട് എൻ്റെ കർത്താവ് ഒന്ന് ഇടപെടണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരൊക്കെയും ദൈവസന്നിധി കർത്താവെ വന്ന് എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നവരായി തീരുവാൻ എൻ്റെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ അനേക കാര്യങ്ങൾ കർത്താവെ ആരും സഹായമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് കർത്താവെ. എൻ്റെ ദൈവമേ കർത്താവെ അനാഥരായവർക്കും കർത്താവ് വിധവമാരായവർക്കെല്ലാം എൻ്റെ കർത്താവ് ഹല്ലേലൂയ സമീപസ്ഥനാണല്ലോ കർത്താവെ. എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവ് ഇങ്ങനെയുള്ള എല്ലാ ആളുകളെയും ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാവപ്പെട്ടവര് കർത്താവെ, വിശക്കുന്നവര് കർത്താവെ, ഭവനമില്ലാത്തവര് കർത്താവെ, എൻ്റെ ദൈവമേ കർത്താവെ ഭവനമില്ലാത്തവർക്കൊക്കെ എൻ്റെ കർത്താവെ ഹല്ലേലൂയ എൻ്റെ ദൈവം ഒരു കർത്താവ് ഭവനം അവർക്ക് ലഭിക്കുവാന് എൻ്റെ കർത്താവിന്റെ കരുണ ദയ എല്ലാം എൻ്റെ കർത്താവ് അവരുടെ മേൽ എൻ്റെ ദൈവമേ കാട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. വിശക്കുന്നവർക്ക് കർത്താവെ ആഹാരം കൊടുക്കുവാന് മറ്റുള്ളവരുടെ മനസ്സിൽ അത് തോന്നിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുമാറാകണമേ കർത്താവ്. കാര്യങ്ങൾ കർത്താവെ തെരുവോരങ്ങളിലൊക്കെ കഷ്ടപ്പെടുന്നത് കർത്താവെ ഞങ്ങളുടെ കണ്ണിനാ കാണുന്നവണ്ണം കർത്താവെ അവരെല്ലാം എൻ്റെ ദൈവം കാണുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ശാരീരികവും മാനസികമായി പല കർത്താവെ വെല്ലുവിളികളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അവരെയൊക്കെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു ദൈവമേ. അവരുടെ ദേഹന്ന ശാരീരിക വൈകല്യങ്ങളെല്ലാം എൻ്റെ കർത്താവ് അറിയുന്നു കർത്താവെ. ഞങ്ങൾ അറിയുന്നതിന് മുന്നേ എൻ്റെ കർത്താവ് അതെല്ലാം അറിഞ്ഞിരിക്കുക. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. അനാഥരായ ആരും സഹായമില്ല എന്ന് കർത്താവെ ഹല്ലേലൂയ ദൈവമേ വിചാരിച്ച് കർത്താവെ ഹല്ലേലൂയ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലോ എന്ന് വിചാരിക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ട് കർത്താവെ. എന്നാൽ എൻ്റെ ദൈവം അവരുടെ മനസ്സുകളോട് കർത്താവെ ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചതായ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്ന നാഥ കർത്താവ് അത്ഭുതകരമായ വിടുതല ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവത്തിന്റെ കാത് കർത്താവെ ഹല്ലേലൂയ മന്ദമായതല്ലല്ലോ. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം കർത്താവെ ഒന്നും കർത്താവെ ഹല്ലേലൂയ സ്വർഗത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന എത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിരിക്കാന് എൻ്റെ ദൈവം ഇടയാക്കരുതേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നാഥ കർത്താവെ. പ്രാർത്ഥിച്ചായ വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഇത്രത്തോളം സമയം ദൈവമേ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ എൻ്റെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല ദിവസത്തെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവയുടെ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ എല്ലാ വിഷയങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടിരിക്കാൻ സ്തോത്രം ദൈവമേ. പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേട്ടിരിക്കാൻ സ്തോത്രം. യേശുബിന്റെ നാമത്തിൽ താഴ്മടി യാചിക്കുന്ന നല്ല പിതാവേ, പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, അവിടുത്തെ ദാസി മിസ്സസ് അഞ്ജു നിഷാന്തിനായിട്ട് സ്തോത്രം. എൻ്റെ മകളെ നീ അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണം, കുടുംബത്തിന്റെ ആവശ്യങ്ങളോടൊക്കെ കൂട്ടിയിരിക്കണം. എൻ്റെ മക്കളുടെ ഭൗതികവും ആത്മീയ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്തണം. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ഓർത്ത് നിന്റെ ദാസി പ്രാർത്ഥിച്ചല്ലോ ദൈവമേ. നിന്റെ കൃപയാൽ കർത്താവെ ഈ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ഓർത്ത് വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേൽ ദൈവത്തിന്റെ കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടുന്ന് സമീപസ്ഥനാകുന്നല്ലോ. ഞങ്ങളുടെ ഭാരങ്ങൾ അറിയുന്ന, ഞങ്ങളുടെ വേദനകൾ ചുമക്കുന്ന, ഞങ്ങളുടെ നിരാശകളെ പ്രത്യാശയാക്കി മാറ്റുന്ന
ദൈവമേ, ദൈവം അവിടുന്ന് ആകയാൽ നന്ദിയോടെ സ്തോത്രം. നീ ഉത്സവവസ്ത്രം ഞങ്ങൾക്ക് നൽകുന്നവനാണ് കർത്താവേ. കർത്താവേ, രട്ടിലും വെണ്ണീരിലും ഇരിക്കുന്നവർക്ക് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരിന്റെ കയ്പിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവം ഒരുക്കുന്ന ഉത്സവവസ്ത്രത്തിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവേ, അത് ഞങ്ങൾ പ്രാപിപ്പാൻ, നേടിയെടുപ്പാൻ ഇടയാക്കണമേ. പാപവഴിയിൽ ഞങ്ങളെ വീഴ്ത്തിക്കളയരുതേ. ശത്രു ഞങ്ങളെ കീഴ്പ്പെടുത്തരുതേ കർത്താവേ. ആമേൻ. ഹാലലുയ. കർത്താവെ, രോഗങ്ങളിൽ നിന്ന്, പീഡകളിൽ നിന്ന്, കർത്താവെ, ശണ്ടകളിൽ നിന്ന്, കലഹങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, കർത്താവെ, സങ്കട പ്രയാസങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന്, കർത്താവെ, മുറിവിൽ നിന്ന് ഒക്കെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വഴിയിൽ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ദൈവത്തിൻ്റെ വലിയ കരുതലുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന സകലരുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യത്തെ അയക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പനെ, ദൈവം സകലർക്കും സമീപസ്ഥനാകുന്നല്ലോ. ഭാരത്തോടെ ഇരിക്കുന്നവരെ കർത്താവ് സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ കർത്താവെ, വല്ലാത്ത ജീവിതാനുഭവങ്ങളിൽ ഞങ്ങളെ തനിച്ച് വിട്ട് കളയുന്നവനല്ലല്ലോ നീ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരങ്ങൾ അറിയുന്ന ദൈവം ഇന്നും ഉള്ളതിനായിട്ട് സ്തോത്രം. ഞെരുക്കങ്ങൾ കർത്താവെ അറിയുന്ന ദൈവം ഇന്നും ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ ആകാഴികളെ സൗഖ്യമാക്കുന്ന ദൈവം അവിടുന്ന് ആകയാൽ സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ നിരാശകളെ കർത്താവെ അവിടുന്ന് മാറ്റി, കർത്താവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ ഉല്ലസിപ്പാൻ, ആനന്ദിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നഷ്ടമായി പോകാൻ ഇടയാകരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതിനുമായ യേശുവിങ്കലേക്ക് നോക്കുക എന്ന് വചനം. ദൈവമേ, നിന്നെ നോക്കി ഓടുവാൻ ഞങ്ങൾക്ക് ബലം പകരണമേ കർത്താവ്. ഞങ്ങളുടെ കാലുകൾക്ക്, നരിയാണികൾക്ക് ബലം പകരണമേ അപ്പാ. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. ദൈവത്തിന് സ്തോത്രം. തമ്പുരാനെ, ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ പേരെയും ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ കരം ഉയർന്നിരിക്കണം. ബലം പ്രവർത്തിക്കുന്ന, വീര്യം പ്രവർത്തിക്കുന്ന, ഭുജബലത്താൽ ഞങ്ങളെ താങ്ങുന്ന ഹാലലുയ ദൈവമാ അവിടുന്നാകയാൽ നന്ദിയോടെ സ്തോത്രം കർത്താവെ. നിരാശയോടെ ഞങ്ങളെ വിട്ടയച്ച് കളയുന്നവനല്ലല്ലോ തമ്പുരാൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ കാര്യങ്ങളിലും തമ്പുരാൻ കർത്താവെ മഞ്ഞും മഴയും അയക്കണമേ. യാഗപീഠത്തിൽ വെച്ചിരിക്കുന്ന കർത്താവെ, പ്രാർത്ഥനയുടെ യാഗവസ്തുവിനെ തീയിറങ്ങി ദഹിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹാലലുയ. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ അപ്പനെ. ഓരോരുത്തരും ഓരോ ഭാരത്തോടെയാണ് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്നത്. ചിലർക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരം, ചിലർക്ക് വീടിനെക്കുറിച്ചുള്ള ഭാരം, കർത്താവെ, ഒപ്പം ജീവിക്കുന്നവരെ കുറിച്ചുള്ള ഭാരം, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, സാമ്പത്തികമായ ആവശ്യങ്ങൾ, ശാരീരികമായ വെല്ലുവിളികൾ, ശാരീരികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കർത്താവെ ഒക്കെയും കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും ദൈവത്തിൻ്റെ കൃപയെ അവിടുന്ന് ഒഴുക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വറ്റാത്ത തോടുപോലെ നീതി ഒഴുകട്ടെ. ഹല്ലേലൂയ. ന്യായം, ആമേൻ, കർത്താവെ പ്രവഹിക്കട്ടെ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, നിന്റെ കരത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം. ഞങ്ങളെ തകർക്കാൻ, ആരെ നശിപ്പിക്കേണ്ടുവെന്ന് ആമേൻ കാത്തുകൊണ്ട് ദുഷ്ടൻ ആമേൻ കർത്താവെ പായുമ്പോൾ, ദൈവത്തിൻ്റെ ആമേൻ കർത്താവെ കരം കൊണ്ട് ഞങ്ങളെ താങ്ങിയെടുക്കണമേ, വലിച്ചെടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പനെ, ലോകത്തിൽ ഞങ്ങൾ നഷ്ടമായി പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണമേ കർത്താവെ. ഞങ്ങളുടെ മുറിയിൽ, ഞങ്ങളുടെ വീട്ടിൽ കർത്താവ്, ഞങ്ങളുടെ അടുക്കളയിൽ കർത്താവ്, ഞങ്ങളുടെ വാഹനത്തിൽ, ഞങ്ങളുടെ വഴിയിൽ ദൈവമേ നീ കാവലായി, കരുതലായി ഇരിക്കണമേ അപ്പാ. ഞങ്ങളെ ബലം കൊണ്ട് കാത്തുകൊള്ളണമേ അപ്പാ. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്തോത്രം. ഞങ്ങളെ കർത്താവെ നിന്റെ കരങ്ങൾ പൊന്നുപാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. ഇന്ന് വരാൻ സാധിക്കാത്തവരെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയവരെ, അവരുടെ ആരോഗ്യത്തെ, അവരുടെ സൗഖ്യത്തെ, അവരുടെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കാരണം കൊണ്ട് ഇന്ന് കർത്താവെ കൂടാൻ സാധിക്കാത്തവരെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ന് കൂടപ്പെട്ട എല്ലാവരെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. പാഠങ്ങൾ വായിച്ച്, പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ, ആമേൻ, പ്രാർത്ഥനയിൽ സഹകരിച്ച് നേതൃത്വം നൽകിയ കർത്താവെ, ആമേൻ, നിന്റെ കരങ്ങളിൽ അവരെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലരും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. പാഠങ്ങൾ വായിച്ചവരും കർത്താവ് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയവരും, ആമേൻ കർത്താവെ, ആയതുപോലെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയവരും എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിനായിട്ട്, ഓരോരുത്തരുടെയും ജീവിതത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. തമ്പുരാനെ, നിന്റെ കരം ആമേൻ ഞങ്ങളുടെ മേലിരിക്കണം. മശിഹായുടെ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേട്ട് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ.
ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചേർന്നൊരു പാട്ട് പാടാം, ശേഷം വചനത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്യാം. ആശ്രയാമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ താൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ താൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയാമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും വാണിയിൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും വാണിയിൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനത്തിനായിട്ട് സ്തോത്രം. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ അന്തരാത്മദേഹികളെ കർത്താവ് വചനത്താൽ സൗഖ്യമാക്കണമേ, വീണ്ടെടുക്കണമേ. ഓ കർത്താവ്, വചനം കേൾക്കുന്നവർക്ക് സൗഖ്യം, വചനം കേൾക്കുന്നവർക്ക് പ്രത്യാശ, വചനം കേൾക്കുന്നവർക്ക് സമാധാനം, വചനം കേൾക്കുന്നവർക്ക് ദൈവ കരുതൽ, അനുഗ്രഹം, വചനം കേൾക്കുന്നവർക്ക് കർത്താവെ നിത്യമായ രക്ഷ, വചനം കേൾക്കുന്നവർക്ക് കർത്താവെ നിത്യമായ ജീവൻ, വചനം കേൾക്കുന്നവർക്ക് നടത്തിപ്പ് ഇന്ന് തമ്പുരാൻ നൽകിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന അടിയനെയും കേൾക്കുന്ന മക്കളെ ഒരുപോലെ അനുഗ്രഹിക്കണം. മശിഹായുടെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോ നീ കേൾക്കണമേ. ആമേൻ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. നിങ്ങൾ ഈ മീറ്റിംഗിലെ പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിലുള്ള നന്ദിയും സ്നേഹവും നിങ്ങളോട് പറയുന്നു. അതേപോലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വചനത്തിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നാം ഉപയോഗിച്ച വേദഭാഗം ദാനിയേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 8 തുടങ്ങി 21 വരെയുള്ള വേദഭാഗങ്ങളാണ്. ആ വേദഭാഗത്തു നിന്നുമാണ് നമുക്ക് ഇന്ന് ആലോചന കേൾപ്പാനായിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദപുസ്തക കഥാപാത്രമാണ് ദാനിയേൽ. ദാനിയേലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഓർമ്മയിൽ വരുന്നത് സിംഹക്കുഴിയും അതേപോലെ വലിയ തീയും അതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നത്. ദാനിയേൽ ഒരു പ്രവാചകനായിരുന്നു എന്ന് നമുക്കറിയാം. ദാനിയേലിനെ
പ്രധാന പ്രവാചക പുസ്തകം എന്ന നിലയിലാണ് നാം പരിഗണിക്കുന്നത്. വലിയ പ്രവാചകന്മാരിൽ ഒരാളായിട്ടാണ് ദാനിയേലിനെ പരിഗണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊന്നും പുതുതായിട്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ടില്ല. എത്രയോ വർഷങ്ങളായി നാം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് അല്പമായി കേൾക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം. നിങ്ങളുടെ കയ്യിലൊക്കെ ബൈബിൾ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾ ബൈബിളുമായിട്ട് ഇരിക്കുന്നെന്നാണ് വിചാരം. എനിക്ക് വായിച്ച് തന്നാൽ സന്തോഷമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഞാൻ ഈ വാക്യം വായിക്കാം, തുടർന്ന് വരുന്ന വേദഭാഗങ്ങൾ വായിച്ചാൽ സൗകര്യമാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു അതിനെ നിരോധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ പരിചിതമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗത്ത് യെരൂശലേമിലേക്ക് ഒരു കൂട്ടം മനുഷ്യർ, ഒരു കൂട്ടം ഭരണാധികാരികൾ വരുന്നു. അവർ വന്നിരിക്കുന്നത് ബാബേലിൽ നിന്നാണ്. എവിടെയാണ് ഇന്നത്തെ ബാബേൽ എന്ന് ചോദിച്ചാൽ, അന്നത്തെ ബാബേൽ ഇന്ന് സൗത്ത് ഇറാഖ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സൗത്ത് ഇന്നത്തെ ഇറാഖിന്റെ സതേൺ പോർഷനിലാണ് അന്നത്തെ ബാബേൽ സാമ്രാജ്യം. ബാബിലോണിയൻ എംപയർ എന്നൊക്കെ പറയും. ബാബിലോണിയൻ എംപയർ. അന്ന് ഈ അറേബ്യൻ ഡെസേർട്ടിൽ ആളുകൾ കാര്യമായി താമസിക്കുന്നില്ല. ഇന്നിപ്പം നമ്മൾ കാണുന്ന അറേബ്യൻ ഡെസേർട്ടിൽ അന്ന് കാര്യമായി മനുഷ്യവാസം ഇല്ലാത്തൊരു സമയമാണ്. എന്നാൽ അതിന് പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളിൽ മനുഷ്യവാസമുണ്ട്. അതായത് ഇന്നത്തെ സിറിയ, അല്ലെങ്കിൽ ഈജിപ്റ്റ്, അല്ലെങ്കിൽ ഇന്ന് പറയുന്ന എന്താ പറയാ, ഇറാന്, ഇറാഖ്, ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ മനുഷ്യവാസം പണ്ടുതൊട്ടേ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് പ്രധാനമായും 3-4 എംപയറുകൾ ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ അറിവിലേക്ക് വേഗത്തിൽ പറയുകയാണ്. ഒന്നാണ് മേദ്യൻ എംപയർ, മേദ്യ സാമ്രാജ്യം. ദൈവത്തിന് സ്തോത്രം. മേദ്യ സാമ്രാജ്യം. മേദ്യ എംപയറിൽ ഒരു വളരെ പ്രശസ്തമായ ഒരു പട്ടണമുണ്ട്, നിനവേ. നിനവേ എന്ന് പറയുമ്പോൾ നമുക്ക് വേഗത്തിൽ ഓടി വരുന്നത്, നിനവയിലേക്ക് പോകാൻ ഒരാളോട് ആവശ്യപ്പെട്ടു. അയാൾ നിനവയിലേക്ക് പോകാതെ വേറൊരു സ്ഥലത്തേക്ക് പോയി. ആ ആളുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. യോന എന്ന മനുഷ്യൻ, യോന എന്ന പ്രവാചകൻ, അതാണ് മേദ്യയിലുള്ളൊരു സ്ഥലം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ വേറൊരു സാമ്രാജ്യമായിരുന്നു ലിഡിയൻ എംപയർ. ലിഡിയൻ എംപയർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ തെക്കോട്ട് പോയി കഴിയുമ്പോൾ ഇന്നത്തെ എന്താ പറയാ, പോർച്ചുഗൽ, ഇന്നത്തെ ഫ്രാൻസ് പോലെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങളായിരുന്നു ലിഡിയൻ എംപയർ. ഇനി ബാബിലോണിയൻ എംപയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ ഇന്നത്തെ ഇസ്രായേല്, അതേപോലെ തന്നെ സിറിയ, ജോർഡൻ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇന്ന് ആ സ്ഥലങ്ങളൊക്കെ ഈ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ബാബിലോൺ എംപയർ സത്യത്തിൽ സൗത്ത് ഇറാഖ് മുതൽ വ്യാപിച്ച് അങ്ങോട്ട് പോയി. എന്താ പറയാ, ഇന്നത്തെ ഇസ്രായേൽ, ഡമാസ്കസ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ സൗത്തിലോട്ട് പോയി ഈജിപ്റ്റ്, ഈ പ്രദേശങ്ങളിലെല്ലാമായിരുന്നു ബാബിലോണിയൻ എംപയർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ എംപയർ വലുതാകും തോറും രാജാക്കന്മാർ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്ന ആളുകളെ കീഴ്പ്പെടുത്തും. അങ്ങനെ ബാബിലോൺ രാജാവായിരുന്ന നെബൂഖദ്നേസർ യെരൂശലേമിൽ വന്നു. യെരൂശലേം എന്ന സ്ഥലത്ത് വന്ന് യെരൂശലേമിനെ കീഴ്പ്പെടുത്തി. അതാണ് നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് സാമ്രാജ്യങ്ങൾ മനുഷ്യരെ ഇങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അവരെല്ലാം ഓരോരോ ഓരോരോ കിങ്ഡം അവരെ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. ഓരോരോ തരത്തിലുള്ള വേ ഓഫ് ലൈഫ് അവരെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജെറുസലേം വാസ് ക്യാപ്ചേർഡ് ബൈ നെബൂഖദ്നേസർ, and we see in Daniel chapter 1 verse 1 and 2, അവിടെ നമ്മൾ കാണുന്നു, ഇന്ന് ലോകം നമ്മളെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ലോകം ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ജെറുസലേം ഈസ് ക്യാപ്ചേർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്കിപ്പോ പറയണം, our life is captured. നമ്മൾ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും അത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. My house is captured, my city is captured by whom? ഏതൊക്കെയോ ശക്തികൾ നമ്മളെ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. അതിനെ നിങ്ങൾക്ക് എന്ത് പേരിൽ വേണമെങ്കിലും വിളിക്കാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ.
നമുക്കറിയാം ഈ നെബൂഖദ്നേസർ മഹാരാജാവ് ഈ രാജ്യമൊക്കെ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഈ സ്ഥലങ്ങളെല്ലാം ഫാറോയുടെ കീഴിലായിരുന്നു. ഫാറോയുടെ കയ്യിൽ ഫാറോയെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഫറവോ രാജാവിനെ, അന്നത്തെ ഫറോയുടെ പേര് നെക്കോ എന്നായിരുന്നു, ഫറോ രാജാവിനെ കീഴ്പ്പെടുത്തിയിട്ടാണ് ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസർ ഈ ജെറുസലേം കീഴ്പ്പെടുത്തിയത്. സോ വൺ ആഫ്റ്റർ ദി അതർ, അല്ലേ, ഒന്നിനു പുറകെ ഒന്നൊന്നായി നാമും നമ്മുടെ ദേശവും നമ്മുടെ സമൂഹവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ ഓരോ തരത്തിലുള്ള ക്യാപ്ചർ, ഓരോ തരത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ തരത്തിലുള്ള ക്യാപ്റ്റിവിറ്റിയിലൂടെ, അതാണ് റൈറ്റ് വേർഡ്, ഓരോ തരത്തിലുള്ള ക്യാപ്റ്റിവിറ്റിയിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യെറുശലേം വന്ന് കീഴ്പ്പെടുത്തി. യെറുശലേം എന്തായിരുന്നു? പ്രാർത്ഥിക്കുന്ന സ്ഥലം, ആരാധിക്കുന്ന സ്ഥലം, ദൈവ സഭയുണ്ടായിരുന്ന, അല്ലെ, ദൈവാരാധന ഉണ്ടായിരുന്ന സ്ഥലം, ദൈവത്തെ ആരാധിക്കുന്ന ജനം. ആ ജനത്തെയാണ് ദൈവത്തിന് സ്തോത്രം നെബൂഖദ്നേസർ ബാബേലിൽ നിന്ന് ആക്രമിച്ചത്, കീഴ്പ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെയും എൻ്റെയും വീട്, നിങ്ങളുടെയും എൻ്റെയും സഭ, നിങ്ങളുടെയും എൻ്റെയും നാട്, നിങ്ങളുടെയും എൻ്റെയും താമസ സ്ഥലങ്ങളൊക്കെ തന്നെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ സന്തോഷിക്കുന്ന, ഉല്ലസിക്കുന്നതാവാം. എന്നാൽ ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ ക്യാപ്ചറിങ് പീപ്പിൾ അല്ലെങ്കിൽ ക്യാപ്റ്റേഴ്സ്, അല്ലേ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ അടുക്കൽ വരാൻ വലിയ താമസമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അവരേത് ഏത് സമയത്തും വരാം, ഏത് സ്വഭാവത്തിലും വരാം, ഏത് രീതിയിലും വരാം, ഏത് തരത്തിലും വരാം, ഏത് കാലത്തും വരാം. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, 1-ാമത്തെ അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം ഒരാൾ. ദാനിയേൽ ചാപ്റ്റർ 1 verse 3 to 4. ദൈവത്തിന് സ്തോത്രം. അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് ആരെയാണ് ഇവർ പിടിച്ചോണ്ട് പോകുന്നത്? യൂത്തുകാരെയാണ് പിടിച്ചോണ്ട് പോകുന്നത്. നോക്കൂ, എൻ്റെയും നിങ്ങളുടെയും മക്കളെ ഈ സമയത്തൊക്കെ ഓർത്തോളണം കേട്ടോ. ഞാൻ ഈ സംസാരിക്കുമ്പോൾ യൂത്തിനെ പിടിക്കുകയാണ്, ചെറുപ്പക്കാരായ ആളുകളെ പിടിക്കുകയാണ്. ഇസ്രായേൽ മക്കളിൽ അവർ നോക്കൂ, സുന്ദരന്മാർ, അംഗഭംഗമില്ലാത്തവർ, സകല ജ്ഞാനത്തിൽ നിപുണർ, അറിവിൽ സമർത്ഥർ, വിദ്യാപരിജ്ഞാനികൾ. നോക്കൂ, എത്രയേറെ വിശേഷണമാണ് ആ വേദഭാഗത്ത് ദൈവം നൽകിയിരിക്കുന്നത്. നോക്കൂ, യങ് മെൻ വിത്തൗട്ട് എനി ഫിസിക്കൽ ഡിഫെക്ട്, ഹാൻഡ്സം, showing aptitude for every kind of learning, well informed, quick to understand and qualified to serve in the king's palace. നോക്കൂ, പിടിച്ചോണ്ട് പോകുന്നവരെല്ലാം ചെറുപ്പക്കാരാണ്, നല്ല കഴിവുള്ളവർ, നൈപുണ്യമുള്ളവർ, നല്ല അറിവുള്ളവർ, ബുദ്ധിയുള്ളവർ, യാതൊരു കുറവും ശരീരത്തിലില്ലാത്തവർ, സുന്ദരന്മാർ. ലോകം ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. കീഴ്പ്പെടുത്താൻ വേഗത്തിൽ എളുപ്പമുള്ളത് ഈ കുഞ്ഞുങ്ങളെയാണ്. നിങ്ങളും ഞാനും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞ് ഏതെല്ലാം സ്ഥലങ്ങളിൽ വിടുന്നു, അവർ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം പട്ടണങ്ങളിൽ പഠിക്കുന്നു, ഏതെല്ലാം ആളുകളുമായി ഇടപഴകുന്നു. പ്രിയമുള്ളവരെ, അവരെ ക്യാപ്റ്റീവ് ചെയ്യാൻ വലിയൊരു ഫോഴ്സ് ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. they are without any physical defect. They are handsome people. അവരെല്ലാം സുന്ദരന്മാരാണ്, അവരെല്ലാം കഴിവുള്ളവരാണ്, സകല പരിജ്ഞാനവും ഉള്ളവരാണ്, വിദ്യ അറിയാവുന്നവരാണ്, നിപുണന്മാരാണ്, സകല ജ്ഞാനവും ഉള്ളവരാണ്. അവരെ എന്താ പറയാ, ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. യൂത്ത് ഈസ് ക്യാപ്ചേർഡ്. ദൈവത്തിന് സ്തോത്രം. ചെറുപ്പക്കാർ പിടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പിടിച്ചുകൊണ്ടുപോയ ചെറുപ്പക്കാരോട് ഈ രാജാവ് എന്താ പറയുന്നതെന്ന് നോക്കൂ. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗവും 5-ാമത്തെ വാക്യവും. അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാൻ കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാൻ, ലോകത്തിന്റെ ഭാഷയും ലോകത്തിന്റെ വിദ്യയും അഭ്യസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മളെല്ലാവരും അങ്ങനെ അഭ്യസിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം.
ദ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് ദി ബാബിലോണിയൻസ് അല്ലേ. അപ്പൊ ക്യാപ്ചർ ചെയ്യുന്ന ആളുകൾ അല്ലെ, ക്യാപ്ചർ ചെയ്യുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത് they need to learn and study and they need to follow a language and literature of their own. I mean, the captured people in there ലാംഗ്വേജും ലിറ്ററേച്ചറും ഒക്കെ ഫോളോ ചെയ്യണം. നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയുന്ന ഭാഷകൾ, നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇടപെടുന്ന ഇടപെടലുകൾ, അവരുടെ ലാംഗ്വേജ് ലിറ്ററേച്ചർ എങ്ങനെയുള്ളതാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ക്യാപ്റ്റീവ് ആളുകൾ, ക്യാപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ശ്രമിക്കുന്നത് ടു ടീച്ച് ദം എ ന്യൂ ലാംഗ്വേജ് ആൻഡ് എ ന്യൂ ലിറ്ററേച്ചർ, ഒരു പുതിയ ഭാഷ, പുതിയ സംസ്കാരം, പുതിയ രീതി, പുതിയ ലിറ്ററേച്ചർ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നോക്കൂ, അങ്ങനെ രാജാവ് പരിശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് മാത്രമല്ല, രാജാവ് വേറൊന്നും കൂടെ പരിശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ എനിക്ക് തോന്നുന്നു താഴോട്ട് വരുമ്പോൾ, അങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് 5-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 5-ാമത്തെ വാക്യം, രാജാവ് അവർക്ക്, വായിച്ചാട്ടെ, വേറൊരാൾ വായിച്ചാട്ടെ. രാജാവ് അവർക്കു രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന. അപ്പൊ നിങ്ങൾ നോക്കൂ, ആദ്യം അവരെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യാപ്ചർ ചെയ്തതിനു ശേഷം അവർ എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ കണ്ടു. അംഗഭംഗമില്ലാത്തവർ, സുന്ദരന്മാർ, സുന്ദരികൾ എന്നൂടെ വായിച്ചോ, കുഴപ്പമില്ല. സകല ജ്ഞാനമുള്ളവർ, നിപുണന്മാർ, അറിവിൽ സമർത്ഥർ, വിദ്യാപരിജ്ഞാനികൾ. അവരെ കൊണ്ടുപോയതിനു ശേഷം പുതിയൊരു ലാംഗ്വേജ്, പുതിയൊരു കൾച്ചർ പഠിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ. ഇനി എന്താ ചെയ്യുക? അവരെ വീണ്ടും പഠിപ്പിക്കുകയാണ് വേറൊരു കൈൻഡ് ഓഫ് ഈറ്റിംഗ് ഹാബിറ്റ്സ് അല്ലേ. നിത്യവൃത്തി കൊടുക്കുകയാണ്. താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിക്കുന്നു. വീഞ്ഞും കുടിക്കാം, അതെൻ്റെ മേശയിൽ താൻ കഴിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാനായിട്ടുള്ളതല്ല. അപ്പം നോക്കൂ, അവരുടെ ജീവിതത്തെ ഡിഫൈൽ ചെയ്യാനായിട്ട്, അവരുടെ ജീവിതത്തെ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് അവരുടെ മുമ്പിൽ കൊടുക്കുന്നത് നോക്കൂ എന്താണെന്ന്. രാജഭോജനം നല്ലതാണെന്ന് തോന്നും, മേന്മയുള്ളതെന്ന് തോന്നും, രുചികരമെന്ന് തോന്നും. പക്ഷേ ആ കുടിക്കുന്ന വീഞ്ഞ് അത് സത്യത്തിൽ ജെറുസലേംകാരുടേതല്ല. സത്യത്തിൽ അത് ബാബിലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാകുന്നെന്ന് എൻ്റെ വിചാരം. എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളെ, മക്കളെ, നമ്മുടെ ഒപ്പം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ, അവരുടെ ടേസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ക്യാപ്റ്റേഴ്സ് എപ്പോഴും ശ്രമിക്കുന്നു അല്ലേ. ദൈവത്തിന് സ്തോത്രം. ക്യാപ്റ്റിവിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവർ എപ്പോഴും ശ്രമിക്കുന്നു. ഇനിയും വേറൊരു കാര്യം കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അവർക്ക് പുതിയ പേര് കൊടുക്കാനായിട്ട് രാജാവ് തീരുമാനിക്കുകയാണ്. എന്തൊക്കെയാ പേര്? വായിച്ചാട്ടെ. 7-8 വാക്യങ്ങൾ. വായിച്ചാട്ടെ. 7-ാമത്തെ വാക്യം. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബേത്ത്ശസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മിശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും. നോക്കൂ, ഒരു പുതിയ പേര് കൊടുക്കുകയാണ് ഇവർക്ക് എല്ലാവർക്കും. ഇവർക്കുള്ള പേര് മോശമായിട്ടാണോ? നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പേര് മോശമായിട്ടല്ലല്ലോ, നല്ല പേരുകളാണ്. പക്ഷെ അവർക്ക് പുതിയൊരു പേര് കൊടുക്കുകയാണ്. ഡാനിയൽ എന്ന പേരിൻ്റെ അർത്ഥം ഗാഡ് ഈസ് മൈ ജഡ്ജ് എന്നാണ്. ഒറിജിനൽ നെയിം, ഡാനിയലിൻ്റെ ഒറിജിനൽ മീനിങ് ഗാഡ് ഈസ് മൈ ജഡ്ജ് എന്നാണ്. പക്ഷെ അവർക്ക് പേര് ദാനിയലിനിട്ട പേര് ബെൽത്ത്ശസ്സർ എന്നാണ്. ബെൽത്ത്ശസ്സർ എന്ന് വെച്ചാൽ ബേൽ പ്രൊട്ടക്ട് ഹിസ് ലൈഫ്. ബാബിലോണിയയിലുള്ള ഒരു ദൈവമാണ് ബേൽ എൻ്റെ ജീവിതത്തെ രക്ഷിക്കുന്നു എന്നാണ് ബെൽത്ത്ശസ്സർ എന്ന വാക്കിൻ്റെ അർത്ഥം. ബെൽത്ത്ശസ്സർ എന്ന വാക്കിൻ്റെ അർത്ഥം ബേൽ, അതായത് ബേൽ എന്ന ദൈവം എന്നെ രക്ഷിക്കുന്നു. ബേൽ പ്രൊട്ടക്ട് ഹിസ് ലൈഫ്. അടുത്ത ആൾക്ക് കൊടുത്ത പേര് നോക്കിക്കേ. അടുത്ത ആൾക്ക് കൊടുത്ത പേര് ഹനന്യ എന്നാണ്. ഹനന്യ എന്ന പേരിൻ്റെ അർത്ഥം യാഹ്വേ ഹാസ് ബീൻ ഗ്രേഷ്യസ്. എൻ്റെ യഹോവയായ ദൈവം കൃപാലുവാണ്, ഗ്രേഷ്യസ് എന്നാണ് അർത്ഥം. എന്നാൽ അവന് കൊടുത്ത പേരെന്താണ്? ശദ്രക് എന്ന പേരാണ്. ശദ്രക് എന്ന പേരിൻ്റെ ബാബിലോൺ അർത്ഥം കമാൻഡ് ഓഫ് അക്കു. അക്കു എന്ന് പറയുന്ന വേറൊരു ദൈവമാണ്. അക്കുവിൻ്റെ പടയാളി എന്ന പേരാണ് ശദ്രക്കിന് കൊടുത്തത്. അക്കുവിൻ്റെ പടയാളി എന്ന് വെച്ചാൽ അക്കു എന്ന ദൈവത്തിൻ്റെ പടയാളി എന്നാണ് ശദ്രക് എന്ന പേരിൻ്റെ അർത്ഥം. എന്നാൽ അവൻ്റെ യഥാർത്ഥ പേര് ഹനന്യ എന്നാണ്. അതിൻ്റെ അർത്ഥം യഹോവ കൃപാലു, യാഹ്വേ ഹാസ് ബീൻ ഗ്രേഷ്യസ് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ആളുടെ പേര് മിശായേൽ എന്നാണ്. മിശായേൽ എന്ന
എന്ന വാക്കിന്റെ ഹീബ്രു അർത്ഥം ഇവരെല്ലാം എബ്രായ ചെറുപ്പക്കാരാണല്ലോ. എബ്രായ അർത്ഥം ഹൂ ഈസ് ലൈക്ക് ഗാഡ്, ദൈവത്തെ പോലെ ആരുള്ളൂ എന്നാണ് മിഷായൽ എന്ന വാക്കിന്റെ അർത്ഥം. നോക്കൂ, നെബൂഖദ്നേസർ കൊടുത്ത പേരെന്താണെന്ന്. മേശക് എന്ന പേരാണ് കൊടുത്തത്. അതിന്റെ അർത്ഥം ഹൂ ഈസ് ലൈക്ക് അക്കു, അക്കുവിനെ പോലെ ആരുള്ളൂ. അക്കു എന്ന് പറയുന്ന വേറൊരു ദൈവമാണ്, ബാബിലോൺ ദൈവം. അക്കുവിനെ പോലെ ആരുള്ളൂ. അസറിയ എന്ന നാലാമന്റെ പേരിന്റെ അർത്ഥം, അസറിയ എന്ന വാക്കിന്റെ അർത്ഥം യാഹ്വേ വാസ് ഹെൽപ്ഡ്, ദൈവം സഹായിച്ചു, യഹോവയായി ദൈവം സഹായിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അവന് കൊടുത്ത പേര് നോക്കിക്കേ, അബേദ് നേഗോ എന്ന പേരാണ് കൊടുത്തത്. അതിന്റെ അർത്ഥം സെർവന്റ് ഓഫ് നെബോ. നെബോ എന്ന് പറയുന്ന വേറൊരു എന്താ പറയാ ദൈവമാണ് നെബോ. ബാബിലോണിലുള്ള മറ്റൊരു ദൈവമാണ് നെബോ. നെബോ എന്ന ദൈവത്തിന്റെ സേവകൻ, സെർവന്റ് ഓഫ് നെബോ. നോക്കൂ, ലോകം നമ്മുടെ മക്കളുടെ പേരുകളൊക്കെ മാറ്റുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ദൈവത്തിന് സ്തോത്രം. ക്യാപ്റ്റിവിറ്റി ചെയ്യുന്ന എല്ലാവരും, എല്ലാ ക്യാപ്റ്റേഴ്സും ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഒക്കെ പേരുകളെ മാറ്റാൻ, ഈ ചെറുപ്പക്കാരുടെ പേരുകളെ മാറ്റാൻ ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവർക്ക് കൊടുത്ത പേരുണ്ട്. ദൈവമായ കർത്താവിൻ്റെ കൃപയാൽ ആലോചിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളും ഞാനും അവന് ജ്ഞാനസ്നാനം കൊടുത്തപ്പോൾ, അവൾക്ക് ജ്ഞാനസ്നാനം കൊടുത്തപ്പോൾ അവർക്ക് കൊടുത്ത, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പേരെപ്പോഴും മാറ്റാൻ ലോകം ശ്രമിച്ചുകൊണ്ട്, പേര് കവർന്നെടുത്ത് കളയാൻ, പേരിനെ ഇല്ലാതെയാക്കാൻ, എൻ്റെ നല്ല പേരിനെ, എൻ്റെ നല്ല നാമത്തെ, എൻ്റെ നല്ല നടപ്പിനെ, എൻ്റെ നല്ല എന്നാ പറയാ വിളിപ്പേരിനെ, ദൈവത്തിന് സ്തോത്രം, ഇല്ലാതെയാക്കാൻ ലോകം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജാവായ നെബൂഖദ്നേസർ പോലെ. നോക്കൂ, നല്ല പേരുകൾ ഉണ്ടായിരുന്നു. ഡാനിയേൽ, ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്ന പേര് മാറ്റി ബെൽത്ത്ശസ്സർ, ബാൽ എന്നെ രക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ, ബേൽ പ്രൊട്ടക്ട് ഹിസ് ലൈഫ് എന്നുള്ള അർത്ഥത്തിലേക്ക് മാറ്റി. ഹനന്യ എന്ന നല്ല പേരുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം യഹോവ കൃപാലു എന്നായിരുന്നു, യാഹ്വേ ഹാസ് ബീൻ ഗ്രേഷ്യസ് എന്നായിരുന്നു. എന്നാൽ അവന് കൊടുത്തു ഷദ്രക് എന്ന പേര്. അതിന്റെ അർത്ഥം അക്കുവിന്റെ പടയാളി, അക്കു എന്ന ദൈവത്തിന്റെ പടയാളി എന്ന പേര്. ദൈവത്തിന് സ്തോത്രം. മിഷായൽ എന്ന നല്ല പേരുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ദൈവത്തെ പോലെ, അത്യുന്നതനായ ദൈവത്തെ പോലെ ആരുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അവന് കൊടുത്ത പേര് മേശ എന്നാണ്. അതിന്റെ അർത്ഥം ഹൂ ഈസ് ലൈക്ക് അക്കു, അക്കുവിനെ പോലെ, അക്കു എന്ന ദൈവത്തെ പോലെ ആരുള്ളൂ എന്ന പേര് അവന് കൊടുക്കുകയാണ്. അസറിയ എന്ന നല്ല പേരാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അർത്ഥം യാഹ്വേ വാസ് ഹെൽപ്ഡ്, യഹോവയുടെ സഹായകൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അവന് കൊടുത്ത പേര്, അസറിയയ്ക്ക് കൊടുത്ത പേര് അബേദ്നെഗോ എന്നാണ്. അതിന്റെ അർത്ഥം എന്താ പറയാ, ഇവരുടെ ഭാഷയിൽ, ബാബേൽ ഭാഷയിൽ അതിന്റെ അർത്ഥം, ബാബിലോണിയൻ ഭാഷയിൽ അതിന്റെ അർത്ഥം സെർവന്റ് ഓഫ് നെബോ എന്നാണ്, അല്ലെങ്കിൽ നെബോ എന്ന ദൈവത്തിന്റെ സേവകൻ എന്നാണ്. നോക്കൂ, ലോകം നമ്മുടെ പേരുകളെ മാറ്റാൻ ശ്രമിക്കുകയാണ്, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരുകളെ, അവരുടെ നാമത്തെ, അവരുടെ നല്ല നടപ്പിനെ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഈ പിടിച്ചുകൊണ്ടു വന്ന ചെറുപ്പക്കാരുടെ ഭാഷയും സംസ്കാരവും മാറ്റാൻ ദാനിയേൽ ശ്രമിക്കുന്നു. ഒന്ന്. അവരുടെ ഭക്ഷണ ശൈലി മാറ്റാനായിട്ട് ഈ രാജാവ് നെബൂഖദ്നേസർ പരിശ്രമിക്കുന്നു. 3, അവരുടെ പേര് മാറ്റാൻ, ദൈവത്തിന് സ്തോത്രം, ഈ പിടിച്ചുകൊണ്ടു വന്ന ഈ ആളുകളുടെ, ഈ ചെറുപ്പക്കാരുടെ പേര് മാറ്റാൻ നെബൂഖദ്നേസർ ശ്രമിക്കുകയാണ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതവുമായിട്ട് ഇതിനെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിയാട്ടെ പ്രിയമുള്ളവരെ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പേര് മാറ്റാൻ, അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും മാറ്റാൻ, അവരുടെ ഭക്ഷണശീലങ്ങളും അവരുടെ ടേസ്റ്റും അവരുടെ കൾച്ചറും മാറ്റാനായിട്ട് ഈ ലോകം വല്ലാണ്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ, സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് നാം ഓർത്തു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവരൊരു തീരുമാനമെടുത്തു. ആര്? ഈ ചെറുപ്പക്കാരൊരു തീരുമാനമെടുത്തു. വായിച്ചാട്ടെ 8-ാമത്തെ വാക്യം, വേഗത്തിൽ 8-ാമത്തെ വാക്യം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നോക്കൂ, ഒരു പേഴ്സണൽ ചോയ്സ് അവരെടുക്കുകയാണ്, ഒരു പേഴ്സണൽ ഡിസിഷൻ അവരെടുക്കുകയാണ്. ആ ഡിസിഷൻ വളരെ അധികം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. അവരെടുത്ത ഡിസിഷൻ ഇങ്ങനെയാണ്. ബട്ട് ഡാനിയേൽ റിസോൾവ്ഡ് നോട്ട് ടു ഡിഫൈൽ ഹിംസെൽഫ് വിത്ത് ദ റോയൽ ഫുഡ് ആൻഡ് വൈൻ ആൻഡ് ഹി ആസ്ക്ഡ് ദ ചീഫ് ഒഫീഷ്യൽ ഫോർ പെർമിഷൻ നോട്ട് ടു ഡിഫൈൽ ഹിംസെൽഫ് ദിസ് വേ. ദൈവത്തിന് സ്തോത്രം. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ
തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കേണ്ടുന്നതും ദൈവത്തോട് യാചിക്കേണ്ടുന്നതും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പേഴ്സണൽ ഡിസിഷൻസ് എടുക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിത വഴികൾ ചെറുപ്പകാലം മുതൽ പ്രായം ആകുന്നിടം വരെയും അതിനുശേഷവും ഒക്കെ തന്നെ പല ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾ നമുക്കുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പേഴ്സണൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കണം. അതിന് പേരൻസിന് വലിയൊരു റോളുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ കൊണ്ട് എന്നെ ഞാൻ അശുദ്ധമാക്കുകയില്ല. ഐ വോണ്ട് ഡിഫൈൽ മൈസെൽഫ് ഇൻ എനി മാറ്റേഴ്സ്. ഏതെങ്കിലും കാരണം കൊണ്ട് എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ ഡിഫൈൽ ചെയ്യാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ഡാനിയേൽ ഒരു ചോയ്സ് എടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനത്തെ ഒരു ചോയ്സ്, ദൈവത്തിന് സ്തോത്രം, നമ്മളൊക്കെ എടുക്കണം. ദൈവത്തിന് മഹത്വം, നമ്മുടെ കുഞ്ഞുങ്ങൾ എടുക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഡാനിയേൽ അവരോട് പറയുകയാണ്, ഞങ്ങളുടേതായ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, അതിൻ്റെ 11, 12 വാക്യങ്ങൾ, 12ാമത്തെ വാക്യം വായിച്ചാട്ടെ. 12. അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം ദാനിയേൽ അവരോട് പറഞ്ഞു, എന്താ പറയാ, പ്ലീസ് ടെസ്റ്റ് യുവർ സെർവൻറ്റ്സ് ഫോർ 10 days. Give us nothing but vegetables to eat and water to drink. ഞങ്ങൾക്ക് വെജിറ്റബിൾസും ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും തന്നാൽ മതി. ഇതിൻ്റെ അർത്ഥം ദാനിയേൽ വെജിറ്റേറിയൻ ആണെന്നുള്ള അർത്ഥമല്ല കേട്ടോ. അതിൻ്റെ അർത്ഥം അതല്ല. ദാനിയേൽ പറയുന്നത്, ഞാൻ എൻ്റെ ബോഡിയെ, എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ മറ്റൊരു ഇഷ്ടമില്ലാത്ത ഭക്ഷണം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു സ്വാധീനത്തിൽ അകപ്പെടുത്തി മറ്റൊരു കൾച്ചറൽ ഫുഡ് ഞാൻ കഴിക്കുകയില്ല. അതാണ് അവൻ്റെ ഡിസിഷൻ. മറ്റൊരു ഫുഡ് ഞാൻ കഴിക്കുകയില്ല. എന്താ എൻ്റെ കാരണം? ഈ ഫുഡൊക്കെ തന്നെ ഈ ബാബിലോൺ, എന്താ പറയുക, ബാബിലോണിലെ ദൈവങ്ങൾക്കും ദേവന്മാർക്കും സമർപ്പിച്ചതിൻ്റെ ഫുഡുകളാണ് ഇവർ കഴിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളിത് കഴിക്കുകയില്ല എന്നൊരു പേഴ്സണൽ ഡിസിഷൻ അവരെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് ഈ വെജിറ്റബിൾസും കുറച്ച് വെള്ളവും മാത്രം തന്നാൽ മതി. എന്നിട്ട് നോക്കിക്കോ, ഞങ്ങളുടെ ശരീരം മെലിയുന്നുണ്ടോ, ഞങ്ങളുടെ മുഖം നോക്കിക്കോ. 13ാമത്തെ വാക്യം. അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബലവാന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക, പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവരുടെ ഒരു പേഴ്സണൽ ഡിസിഷൻ എടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അതിൻ്റെ 15ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 10 ദിവസം കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. നോക്കാം. 10 ദിവസം കഴിഞ്ഞ് വായിക്കാം. കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബലവാന്മാരുടേതിലും ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടി ഉള്ളവരും എന്ന് കണ്ടു. നോക്കൂ, രാജമേശയിൽ നിന്നും ഈ കിങ്ങിന്റെ ടേബിളിൽ നിന്നും കഴിക്കുന്നവർ അവരെക്കാളും സുന്ദരന്മാരും ബലവാന്മാരും അവരെക്കാളും മിടുക്കന്മാരുമായി ഇവര് 4 പേരും മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഡാനിയേല് സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പ് അവനൊരു ടേബിൾ ഉണ്ടായിരുന്നു, ടെസ്റ്റിംഗ് ടേബിൾ. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു ടെസ്റ്റിംഗ് ടേബിൾ ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ദൈവത്തിന് സ്തോത്രം. ഒരു ടെസ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ആ ടേബിൾ ഒരുപക്ഷെ അവരുടെ കോളേജാവാം, ഒരുപക്ഷെ അവരുടെ ഫ്രണ്ട്സ് ആവാം, ഒരുപക്ഷെ അവരുടെ നിങ്ങളുടെ പരിസരത്തൊക്കെ ഉള്ളവരാ, ഒരുപക്ഷെ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളവരാ. ഇതെല്ലാം ടെസ്റ്റിംഗ് ടേബിൾസ് ആണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ടെസ്റ്റിംഗ് ടേബിൾസിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദാനിയേലിന്റെ പോലെ ദാനിയേലിന് ഒരു ടെസ്റ്റിംഗ് ടേബിൾ ഉണ്ടായിരുന്നു. അവൻ സിംഹത്തിന്റെ കുഴിയിലേക്ക്, ഈ ലയൺസിന്റെ ഡെന്നിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ദൈവത്തിന് സ്തോത്രം, അവനൊരു ടെസ്റ്റിംഗ് ടേബിൾ ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിംഗ് ടേബിളിൽ അവൻ വിജയിച്ചു എന്നാണ് നമ്മൾ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തില് പല ശബ്ദങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന, പല
ടേസ്റ്റുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന, പലതരത്തിലുള്ള ജീവിത രീതികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നതുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഡാനിയേൽ റെഫ്യൂസ് ദ ഫുഡ്. ഡാനിയേൽ ആ ഭക്ഷണം വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. മാത്രമല്ല, ദാനിയേൽ തീരുമാനിക്കുകയാണ്, എൻ്റെ ശരീരത്തെ ഞാൻ ഒരിക്കലും നശിപ്പിക്കുകയില്ല, ഇല്ലാതെയാക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, when our children go to college, let Christ Jesus goes with them. അവരുടെ ഒപ്പം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം യേശു പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ യേശു അവരുടെ കൂടെ പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള സ്വാധീനങ്ങളിൽ പെടുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം അവരുടെ കൂടെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓരോ സന്ദർഭത്തിലും നമുക്ക് ഇങ്ങനെയുള്ള ആലോചനകൾ ഉണ്ടാവാം. ദൈവത്തിന് സ്തോത്രം, അല്ലേ? ലോകം പറയും, നീ അത് കഴിക്കുക, ഇത് കഴിക്കുക, ഇങ്ങനെ പോ, അങ്ങനെ പോ, അതിട്, ഇതിട്, അല്ലേ? എന്തെല്ലാം ടെംപ്റ്റേഷൻസ് ആണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമുക്കുള്ളത് ഒരു ഡിവൈൻ ഐഡന്റിറ്റി ആണ്. നമ്മുടെ അപ്പിയറൻസ് ഒരു ഡിവൈൻ അപ്പിയറൻസ് ആണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദാനിയേൽ പറയാണ്, ഐ ബിലോങ് ടു ഗാഡ്. ഞാൻ ദൈവത്തിനുള്ളവനാണ്, ഞാൻ ഈ ലോകത്തിനുള്ളവനല്ല. ഐ ബിലോങ് ടു ഗാഡ്. യങ് പീപ്പിൾ ഷുഡ് സേ ഐ ബിലോങ് ടു ഗാഡ്. ഞാൻ ദൈവത്തിനുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മാർക്ക് ദൈവത്തിൻ്റെ ഐഡന്റിറ്റിയാണ്. എൻ്റെ കരിയർ എനിക്ക് തന്നിരിക്കുന്നത് വേറൊരു ഐഡന്റിറ്റി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ അപ്പിയറൻസ് എനിക്ക് വേണ്ട. ലോകത്തിന്റെ ഫോളോവേഴ്സ് എനിക്ക് വേണ്ട. ലോകത്തിന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എനിക്ക് വേണ്ട. ലോകത്തിന്റെ മാർക്സ് എന്ന് വെച്ചാൽ ലോകത്തിന്റെ സിമ്പിൾസ് എനിക്ക് വേണ്ട. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ പോപ്പുലാരിറ്റി എനിക്ക് വേണ്ട. പിന്നെയോ, എനിക്ക് വേണ്ടുന്നത് ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ്. ഐ ബിലോങ് ടു ഗാഡ്. ഞാൻ ദൈവത്തിനുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെയും എൻ്റെയും കുഞ്ഞുങ്ങളുടെ എൻവയോൺമെന്റിനെ, പരിസരങ്ങളെ ചേഞ്ച് ചെയ്യാൻ ഒത്തിരി ഫോഴ്സസ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ദേ ചേഞ്ചസ് ഓൾവേസ് ദി എൻവയോൺമെന്റ് ഓഫ് ആർ ചിൽഡ്രൻ. ദൈവത്തിന് സ്തോത്രം. They always trying to changes the attitude of our children. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്താഗതികളെ മാറ്റാൻ എപ്പോഴും ലോകം ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെയും എൻ്റെയും കുഞ്ഞുങ്ങളുടെ ഭാഷയെ വ്യത്യാസപ്പെടുത്താൻ ഈ ലോകത്തിന്റെ പരിശ്രമങ്ങളുണ്ട്. ലോകത്തിന്റെ ഫോഴ്സസ് എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അവരുടെ പേരുകളെ മാറ്റാൻ ഈ ലോകത്തിന്റെ ശക്തികൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഡാനിയേൽ refused to let Babylon change his heart. But Daniel refused to let Babylon change his heart. അവൻ്റെ ഹൃദയത്തെ മാറ്റാൻ അവൻ അനുവദിച്ചില്ല. ഫുഡ് ചിലപ്പം മാറ്റാൻ അനുവദിക്കുമായിരിക്കും, പക്ഷേ ഹൃദയത്തെ മാറ്റാൻ ഒരിക്കലും അനുവദിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ മാറ്റാൻ ഒരിക്കലും അനുവദിക്കരുത്. ഡാനിയേൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഐഡന്റിറ്റി മാറ്റുകയല്ല. ഒരുപക്ഷെ എൻ്റെ എൻവയോൺമെന്റ് മാറിയേക്കാം. ഞാനിപ്പോൾ ഒരു അടിമയെ പോലെ ഇവിടെ ജീവിക്കുകയാണ്. അത് ചിലപ്പോൾ സാധിച്ചേക്കാം. നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ ലിറ്ററേച്ചറും എന്നെ പഠിപ്പിച്ചേക്കാം. പക്ഷേ എൻ്റെ ഐഡന്റിറ്റി മാറത്തില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ എന്നോട് പറഞ്ഞേക്കാം, പക്ഷേ മൈ ഐഡന്റിറ്റി വോണ്ട് ചേഞ്ച്. എൻ്റെ ഐഡന്റിറ്റി ഒരിക്കലും മാറത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വഴി നടത്തട്ടെ. എപ്പോഴും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരെ ചേഞ്ച് ചെയ്യുന്നൊരു, കോൺസ്റ്റന്റ്ലി ചേഞ്ച് ചെയ്യാനൊരു എഫേർട്ട് ഈ ലോകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പ്രഷറാണ്, അല്ലേ? അവർ കഴിക്കുന്നില്ല, എനിക്ക് കഴിച്ചാൽ എന്താ? അവരിടുന്നില്ല, എനിക്കിട്ടാൽ എന്താ? അവർ പോകുന്നില്ല, ഞാൻ പോയാൽ എന്താ? അല്ലെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു നോർമൽ സംസാരമാണ്, അല്ലേ? അവരും കഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് കഴിച്ചാൽ എന്താ? അവരും കുടിക്കുന്നുണ്ടല്ലോ, ഞാൻ കുടിച്ചാൽ എന്താ? അല്ലേ? അവരത് ഇടുന്നില്ലേ, ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല, ഞാൻ ഇട്ടാൽ എന്താ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് മുമ്പിൽ വരാറുണ്ട്. ദൈവമായ കർത്താവ് നമുക്ക് ബുദ്ധി നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ബുദ്ധിയും വിവേകവും നൽകട്ടെ, കുഞ്ഞുങ്ങളെ ശരിയായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു, ഡാനിയേലിന്റെ പേരൻസും അല്ലെങ്കിൽ ഈ 3-4 പേരുടെ പേരൻസ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല എങ്കിൽ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവർ ചില ഡിസിഷൻസ് എടുക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ തന്നെ ഇത്തരം ഇൻഫ്ലുവൻസസ് ഉണ്ടെന്ന് ഓർത്തുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അവരെ ഓർത്ത് നിരന്തരം പ്രാർത്ഥിക്കുക. അവർ നമ്മുടെ അടുക്കൽ നിന്ന് ദൂരെ ആയിരിക്കാം, ഒരു പക്ഷേ നമ്മളുടെ അടുക്കൽ തന്നെ ആയിരിക്കാം അവർ ജീവിക്കുന്നത്, നമ്മുടെ കൂടെ ആയിരിക്കാം അവർ ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചസ്,
ഒരിക്കലും അവരുടെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കരുത്, അവരുടെ ഐഡൻറ്റിറ്റിയെ ബാധിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അതിന് നമ്മൾ അനുദിനം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഡാനിയലിൻ്റെ ജീവിതം നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. പുതിയൊരു രാജ്യം, പുതിയൊരു സ്ഥലം, ഭാഷ വേറെ, ലിറ്ററേച്ചർ വേറെ, സംസ്കാരങ്ങൾ വേറെ, എല്ലാം വേറെ, ടേസ്റ്റ് വേറെ, അല്ലേ, രാജാവ് വേറെ, അല്ലേ, രാജാവ് തന്നെ ഇവരുടെ ജീവിതക്രമങ്ങളെ മാറ്റാൻ ഒത്തിരി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരൊരു ഡിസിഷൻ എടുത്തു. I belong to Jesus Christ. I belong to God. I belong to Yahweh. ഞാൻ ദൈവത്തിനുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ അനുദിനം പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾക്കായിട്ട്. ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന പഠിക്കുകയും സ്കൂളുകളിലും കോളേജുകളിലും പോയി പഠിക്കുന്ന ജോലി എടുക്കുന്ന നമ്മുടെ യങ് കുട്ടികൾക്ക് വേണ്ടിയാണ്. നമുക്ക് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഹാലലൂയ, ദൈവത്തിന് സ്തോത്രം. മഹത്വം, 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 മഹത്വം. ഹാലലൂയ, ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ, ദൈവത്തിന് സ്തുതി. ഹാലലൂയ, ദൈവത്തിന് പുകഴ്ച. ഹാലലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ഒടുവിൽ ഞങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പനെ, ദൈവത്തിന് സ്തോത്രം. അവരെ സ്വാധീനിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് തമ്പുരാനെ. ജെറുസലേം ക്യാപ്ചർ ആയിപ്പോയി. ഞങ്ങളും ഒക്കെ ക്യാപ്ചേർഡ് ആണ് പല രീതിയിൽ. വൺ വേ ഓർ ദി അതർ ഞങ്ങൾ ക്യാപ്ചേർഡ് ആണ്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അവർ വേൾഡ് ഈസ് ക്യാപ്ചേർഡ്. ദൈവമേ, ഞങ്ങൾ അത് അറിയുന്നു. ഞങ്ങളുടെ ലോകം ക്യാപ്റ്റിവിറ്റിയിലാണ്. ഞങ്ങളുടെ ലോകം ക്യാപ്ചേർഡ് ആണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ചെറുപ്പക്കാരെ ക്യാപ്ചറായി പോകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും തന്നെ, ആമേൻ കർത്താവെ, ഇങ്ങനെ ക്യാപ്ചറായി പോകരുതേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ലോകം പറയും ഈ ടേസ്റ്റ് കൊള്ളാം, നീ കഴിക്കുക. ലോകം പറയും ഈ ഡ്രസ്സ് കൊള്ളാം, നീ ഇട്. ലോകം പറയും ഇത് നിനക്ക് നല്ലതാണെന്ന് തോന്നുന്നു, നീ ഇത് ചെയ്യ്. എന്നാൽ ഡാനിയേൽ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ശാഖപദാർത്ഥവും വെള്ളവും മാത്രം തന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ലോകം ശ്രമിക്കുന്നത്, ആമേൻ, ഡിഫക്റ്റ് ഒന്നുമില്ലാത്ത സുന്ദരന്മാരായ സുന്ദരിമാരായ ഒത്തിരി കഴിവുള്ള ഒത്തിരി അറിവുള്ള നൈപുണ്യമുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ലോകം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. യേശു അപ്പാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടമായി പോകരുതേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത വഴികളിലൊക്കെ കൂടെ ഇരിക്കണമേ അപ്പ. ദൈവമായ കർത്താവേ, അവരുടെ ഓരോ സ്റ്റെപ്പിലും വളരെ ശ്രദ്ധയോടെ നടപ്പാൻ അവരെ സഹായിക്കണമേ. ഞാൻ യേശുവിനുള്ള കുഞ്ഞാണെന്ന് അവരെപ്പോഴും പറയണം അപ്പ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവാണ് എൻ്റെ രക്ഷകനെന്ന് അവരെപ്പോഴും പറയണം കർത്താവേ. അവരുടെ ജീവിത വഴികൾ കൂടെ ബുദ്ധിയോടെ വിവേകത്തോടെ ഞങ്ങൾ അവരെ വളർത്തിയെടുപ്പാൻ സഹായിക്കണമേ. നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളെ നീ തന്നിരിക്കുന്നല്ലോ, ഞങ്ങൾക്ക് അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നല്ലോ, സുന്ദരന്മാരും സുന്ദരികളുമായ കുഞ്ഞുങ്ങളെ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നല്ലോ. അവർക്ക് ഒത്തിരി കഴിവുകളുള്ളവരാണ് കർത്താവേ. അവരുടെ കഴിവുകളൊക്കെ ദൈവത്തിന് വേണ്ടി ആകുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അപ്പനെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവരാരും ഈ ലോകത്തിൽ നഷ്ടമായി പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ ടെൻഡ് ചെയ്യുന്ന, അവരെ സ്വാധീനിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കർത്താവേ. അവരെ പരീക്ഷിക്കുന്ന പരീക്ഷകൾ ഒത്തിരി ഉണ്ട്. ഒത്തിരി പരീക്ഷണങ്ങളിലൂടെ അവർ പോവുകയാണ്. അവരുടെ ചോയ്സസിൽ പരീക്ഷണങ്ങളുണ്ട്. അവരുടെ റിലേഷൻഷിപ്പിൽ പരീക്ഷണങ്ങളുണ്ട് തമ്പുരാനെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ബുദ്ധിയോടെ ജീവിപ്പാൻ അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ നെയിം മാറ്റാനായിട്ട്, അവരുടെ പേരുകൾ മാറ്റാൻ, അവരുടെ ഭാഷ മാറ്റാൻ, അവരുടെ ടേസ്റ്റ് മാറ്റാൻ ദൈവമേ ഈ ലോകം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും വീണുപോകാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും കർത്താവെ, ഹയർ സ്റ്റഡീസിനും കർത്താവെ, ജോലി ചെയ്യുന്നതുമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ നീ അവിടുന്ന് സഹായിക്കണമേ. ജോലി വഴികളിൽ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ആ 4 ബാലന്മാരെ പോലെ ദൈവമേ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചോയ്സസ് എപ്പോഴും വൈസാകട്ടെ. ആമേൻ കർത്താവ്. അവരെപ്പോഴും പറയട്ടെ, ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിനുള്ളവനാണ്, യേശുവിനുള്ളവളാണ് എന്ന് പറയാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ശക്തി പകരണമേ, ബുദ്ധി നൽകണമേ, വിവേകം നൽകണമേ. ദൈവമേ, ദൈവകൃപ നൽകണമേ. പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെല്ലായ്പ്പോഴും സഹായിച്ചോളണമേ. ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ മനസ്സുകളെ സ്വാധീനിക്കുന്നതാകട്ടെ തമ്പുരാനെ. ഞങ്ങൾക്ക് ലഭിച്ച വചനം ഞങ്ങളെ ബലപ്പെടുന്നതാകട്ടെ കർത്താവേ. എൻ്റെ കരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. മശിഹായുടെ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയതോതി കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപ ഇന്നുമല്ല എപ്പോഴും നിങ്ങളോടും നിങ്ങളുടെ ജീവിതത്തോടും ജീവിതാവശ്യങ്ങളോടും പ്രത്യേകിച്ച് നമ്മുടെ മക്കളോടും അവരുടെ ജീവിതങ്ങളോടും ഭാവിയോടും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരും വിവിധ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചവരും എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. താങ്ക് യു. ബൈ.